അച്ചാരം, തീ, പ്രാവ്, അതുപോലെ ശ്വാസം, എണ്ണ, മുദ്ര, കാറ്റ്, ഇതൊക്കെ പരിശുദ്ധാത്മാവിന്റെ ചിത്രങ്ങളാണ്, അല്ലെങ്കിൽ പ്രതീകാത്മകമായിട്ട് പരിശുദ്ധാത്മാവിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഇനി നമ്മളെ നാലാമത്തെ പ്രധാനപ്പെട്ട വിഷയമാണ് നമ്മൾ ചെയ്യുന്നത്. നാലാമത്തെ വിഷയം പരിശുദ്ധാത്മാവും വിശ്വാസിയും. അപ്പൊ പരിശുദ്ധാത്മാവ് വ്യക്തിയാണ്, അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിന് ആളത്വമുണ്ടെന്ന് നമ്മൾ ചിന്തിച്ചു. അത് തന്നെയുമല്ല, പരിശുദ്ധാത്മാവ് ദൈവമാണ് എന്ന് നമ്മളെ ചിന്തിച്ചു. മറ്റൊരു പ്രധാനപ്പെട്ട തെളിവ് ഞാൻ പറഞ്ഞില്ല എന്ന് തോന്നുന്നു. ഈ അപ്പോസ്തലപ്രവൃത്തി 5-ാം അധ്യായത്തിൽ അനന്യാസും സഭയോടുള്ള ബന്ധത്തിൽ അവിടെ പത്രോസ് പറയുന്ന വാക്കുണ്ട്, നീ ദൈവത്തോടാണ് പാപം ചെയ്തത്, നീ വ്യാജം കാണിച്ച് ദൈവത്തോടാണ്. ഓക്കെ, അതുപോലെ പിന്നീട് ദൈവത്വത്തിന്റെ മറ്റ് ചില തെളിവുകൾ കൂടെ നമ്മൾ ചിന്തിച്ചു, ആവർത്തിക്കുന്നില്ല. തുടർന്ന് നമ്മൾ പഠിക്കുന്നത് പരിശുദ്ധാത്മാവും വിശ്വാസിയും തമ്മിലുള്ള ബന്ധമാണ്, അല്ലെങ്കിൽ പരിശുദ്ധാത്മാവ് വിശ്വാസിയിൽ ചെയ്യുന്ന പ്രവർത്തികൾ, അതാണ് നമ്മളെ ഈ ഭാഗങ്ങള് വളരെ സമയമെടുത്ത് വിശദീകരിച്ച് പഠിക്കേണ്ട ഒരു വിഷയമാണ്. പരിശുദ്ധാത്മാവ് ഒരു ദൈവ പൈതലിൽ വസിച്ചുകൊണ്ട് ചെയ്യുന്ന അനേക പ്രവർത്തികളുണ്ട്. വീണ്ടും ജനനത്തോടു കൂടിയാണ് പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയിലെ പ്രവർത്തിക്കുവാൻ ആരംഭിക്കുന്നത്. പരിശുദ്ധാത്മാവിന്റെ അധിവാസം ആരംഭിക്കുന്നത്, അധിവാസം എന്ന് പറഞ്ഞാൽ ആത്മാവ് നമ്മിൽ വസിക്കുവാൻ ആരംഭിക്കുന്നത് നാം രക്ഷിക്കപ്പെടുന്ന അതേ നിമിഷമാണ്. രക്ഷിക്കപ്പെടുന്ന ആ നിമിഷം മുതൽ ഒരു ദൈവ പൈതലിൽ ദൈവത്തിന്റെ ആത്മാവിന്റെ വാസം അല്ലെങ്കിൽ അധിവാസം ആരംഭിക്കുകയാണ് ചെയ്യുന്നത്. ഈ ആത്മാധിവാസത്തോടുള്ള ബന്ധത്തിൽ, ആത്മാവ് ഒരു വിശ്വാസിയിൽ വസിക്കുന്നതിനോടുള്ള ബന്ധത്തിൽ ഒരു പ്രത്യേക കാര്യം നാം ഓർക്കണം. പഴയ നിയമത്തോടും പുതിയ നിയമത്തോടുള്ള ബന്ധത്തിൽ, പഴയ നിയമത്തിൽ പരിശുദ്ധാത്മാവ് അധിവസിച്ചിരുന്ന, അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിന്റെ അധിവാസവും പുതിയ നിയമത്തിലെ പരിശുദ്ധാത്മാവിന്റെ അധിവാസത്തിലും വളരെ കാതലായ ഒരു വ്യത്യാസമുണ്ട്. പഴയ നിയമത്തിലെ അധിവാസം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ആത്മാവ് പഴയ നിയമത്തിൽ വ്യക്തികളിൽ, വിശ്വാസികളിൽ വസിച്ചിരുന്നത് എന്ന് പറയുന്നത് താത്കാലികമായിട്ടായിരുന്നു. എന്ന് പറഞ്ഞാൽ ടെമ്പററി ഇൻഡ്വെല്ലിംഗ് ആയിരുന്നു, താൽക്കാലികമായി ചില സമയത്തേക്ക്. എന്ന് പറഞ്ഞാൽ ആത്മാവ് വരികയും ആത്മാവ് വിട്ടുപോവുകയും ചെയ്യുമായിരുന്നു. ഉദാഹരണം പറഞ്ഞാൽ 51-ാമത്തെ സങ്കീർത്തനം വായിക്കുമ്പോൾ അവിടെ നമ്മളെ വായിക്കുന്നുണ്ട്, അതിന്റെ 7-ാമത്തെ വാക്യത്തിൽ ഈ ദാവീദ് ആ പാപമൊക്കെ ചെയ്ത് നാഥാനിലൂടെ ദൈവം അത് വെളിപ്പെടുത്തി കൊടുത്ത ശേഷം ദാവീദ് എഴുതിയാണല്ലോ 51-ാം സങ്കീർത്തനം. അവിടെ ദാവീദ് പറയുന്നൊരു വാക്കുണ്ട്, നിന്റെ സന്നിധിയിൽ നിന്ന് എന്നെ തള്ളിക്കളയരുത്. അടുത്ത വാക്കെന്താ? പരിശുദ്ധാത്മാവിനെ എന്നിൽ നിന്ന് എന്ത് ചെയ്ത് ഇടുക്കുകയും വരുത്. അപ്പൊ എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവ് എടുക്കപ്പെടാനുള്ള സാധ്യത അന്നുണ്ടായിരുന്നു എന്നുള്ളതിന്റെ ഒരു സൂചനയാണ് നമുക്കവിടെ കാണാൻ സാധിക്കും. പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയിൽ നിന്ന് പോകുമായിരുന്നു, അല്ലെങ്കിൽ പരിശുദ്ധാത്മാവ് നഷ്ടപ്പെടുമായിരുന്നു. അതുപോലെ 1 ശമൂവേൽ 16-ാം അധ്യായം അതിന്റെ 14-ാമത്തെ വാക്യം വായിക്കുമ്പോൾ അവിടെ നമ്മൾ വായിക്കുന്നത് 1 ശമൂവേൽ 16-ന്റെ 14-ാമത്തെ വാക്യം, 1 ശമൂവേൽ 16-ന്റെ 14-ാമത്തെ വാക്യത്തിൽ വായിക്കുമ്പോൾ അവിടെ വായിക്കുന്നത് ഇങ്ങനെയാണ്, എന്നാൽ യഹോവയുടെ ആത്മാവ് ശൗലിനെ വിട്ടുമാറി. എന്നാൽ യഹോവയുടെ ആത്മാവ് ശൗലിനെ വിട്ടുമാറി. അപ്പൊ എന്ന് പറഞ്ഞാൽ ആത്മാവ് ശൗലിന്റെ മേൽ നിന്ന് എന്ത് ചെയ്തു? വിട്ടുമാറി. അവിടെ ദാവീദിനോട് കുറിച്ച് അയച്ചത് ഇങ്ങനെയാണ്, ആത്മാവിനെ എന്നിൽ നിന്ന് എന്ത് ചെയ്തേ? എടുക്കരുത്. അപ്പൊ ആത്മാവിനെ എടുത്തു മാറ്റുക, അല്ലെങ്കിൽ ആത്മാവിന്റെ അധിവാസം നഷ്ടപ്പെടുക, അല്ലെങ്കിൽ ആത്മാവ് വിട്ടുപോകുക, ഇത് ശിംശോന്റെ ജീവിതത്തിൽ നമ്മൾ കാണുന്നുണ്ട്. അവിടെ കാണുന്ന പ്രയോഗം ശക്തി വിട്ടുപോയി, ശക്തി അവനെ വിട്ടുപോയി. പറയാം. അപ്പൊ അത് പഴയ നിയമത്തിൽ അങ്ങനെയായിരുന്നു. ഇനി മറ്റൊരു കാര്യം കൂടെ, പഴയ നിയമത്തിൽ എല്ലാ വ്യക്തികളുടെ മേലും ഈ ആത്മാവിന്റെ അധിവാസം ഇല്ലായിരുന്നു. ആത്മാവിന്റെ പ്രവർത്തനം ഉണ്ടായിരുന്നു, പക്ഷേ ആത്മാവിന്റെ അധിവാസം എല്ലാവരിലും നമുക്ക് കാണുവാൻ കഴിയില്ല. സ്പെസിഫിക് ആയിട്ട് ചില വ്യക്തികളുടെ ജീവിതത്തോടുള്ള ബന്ധത്തിലാണ് ആത്മാവിന്റെ പ്രവർത്തനം, അല്ലെങ്കിൽ ആത്മാവിന്റെ അധിവാസത്തെ കുറിച്ച് നമ്മൾ വായിക്കുന്നത്. ആത്മാവിന്റെ പ്രവർത്തനം അവരിലുണ്ട്, പക്ഷെ ആത്മാവിന്റെ അധിവാസം
എല്ലാ വ്യക്തികളുടെ ബന്ധത്തിൽ നമുക്ക് കാണാൻ സാധിക്കുകയില്ല. ഉദാഹരണം പറഞ്ഞാൽ യോസഫിനെ കുറിച്ച് ദൈവാത്മാവുള്ള ഒരു മനുഷ്യൻ, ഒരു പുരുഷൻ എന്നുള്ള പ്രയോഗമൊക്കെ നമ്മൾ വായിക്കുന്നുണ്ട്. അതുപോലെ ദാനിയേലിനെ കുറിച്ച് നമ്മൾ അത് വായിക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെ ഒരു പ്രയോഗമാണ്. പരിശുദ്ധാത്മാവിന്റെ അധിവാസം പഴയ നിയമത്തിൽ താൽക്കാലികമായിട്ടായിരുന്നു, സ്ഥിരമായിട്ടല്ലായിരുന്നു. എന്നാൽ നമുക്ക് യോഹന്നാൻ സുവിശേഷത്തിൽ വരാം. 14-ാം അധ്യായത്തിന്റെ 16-ാമത്തെ വാക്യം വായിക്കുമ്പോൾ പഴയ നിയമത്തിൽ നിന്നും വ്യത്യസ്തമായി പുതിയ നിയമത്തിൽ പരിശുദ്ധാത്മാവിന്റെ അധിവാസത്തിന്റെ ഒരു സവിശേഷത, ഒരു പ്രത്യേകത നമുക്ക് അവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 14-ന്റെ 16-ാമത്തെ വാക്യം അവിടെ നമ്മൾ വായിക്കുന്നത് ഇവിടെ ഒരു വാക്ക് ശ്രദ്ധിച്ചേ. ഈ വാക്യം നമ്മൾ നേരത്തെ വായിച്ചതാ അല്ലേ? ഈ വാക്യം ആമുഖത്തിൽ നമ്മൾ ചിന്തിച്ചതാ. എന്നാൽ ഇവിടെ ഒരു പ്രയോഗം നമ്മളിപ്പോൾ ഞാൻ പറഞ്ഞ ആ പ്രസ്താവന, പഴയ നിയമത്തിലെ പരിശുദ്ധാത്മാവിന്റെ അധിവാസത്തോടുള്ള ബന്ധത്തിൽ, പഴയ നിയമത്തിലെ അധിവാസം എങ്ങനെയായിരുന്നു? താൽക്കാലികമായിരുന്നു എന്നുള്ള ഒരു പ്രസ്താവന നമ്മൾ പഠിക്കുകയുണ്ടായി. ആ പ്രസ്താവനയെ സമർത്ഥിക്കുന്ന അല്ലെങ്കിൽ അതിനെ സാധൂകരിക്കുന്ന ഒരു സൂചകം അല്ലെങ്കിൽ ഒരു സൂചന ഈ വാക്യത്തിൽ നമുക്ക് കാണാൻ കഴിയും. എന്താണത്? എന്നേക്കും. അതായത് ഞാൻ പിതാവിനോട് ചോദിക്കും. കർത്താവ് പറയുകയാണ്, സ്വർഗത്തിലേക്ക് പിതാവിന്റെ അടുക്കിലേക്ക് പോകുന്ന മുമ്പായിട്ട് ഈ ശിഷ്യന്മാർക്ക് നൽകുന്ന ചില വാക്കുകളാണ്. ഞാൻ പിതാവിനോട് ചോദിക്കും എന്ന് പറയുക, അവൻ, അതായത് പിതാവ്, സത്യത്തിന്റെ ആത്മാവ് എന്ന മറ്റൊരു കാര്യത്തിനെ, അടുത്ത വാക്ക് ശ്രദ്ധിക്കുക, എന്നേക്കും നിങ്ങളോടുകൂടെ ഇരിക്കുക. അപ്പൊ എന്ന് പറഞ്ഞാൽ ഈ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ കൂടെ ഇരിക്കുന്നത് എന്നേക്കുമാണ്, എല്ലാ നാളത്തേക്കും. അപ്പൊ ആത്മാവ് എല്ലാ നാളിലും ഉണ്ടായിരിക്കും. ആ ആത്മാവിന് വേണ്ടി കാത്തിരിക്കാനാണ് ലൂക്കോസ് സുവിശേഷം 24-ാം അധ്യായത്തിൽ അതിന്റെ 39-ാമത്തെ വാക്യമാണ് അവിടെ നമ്മൾ വായിക്കുന്നത്. എന്നോട് കേട്ട പിതാവിന്റെ വാഗ്ദത്തത്തിനായി യെരൂശലേമിൽ നിന്ന് വാങ്ങിപ്പോകാതെ നിങ്ങൾ എന്ത് ചെയ്യണം? കാത്തിരിക്കുക. അപ്പൊ ആ ആത്മാവ് ഈ ശിഷ്യന്മാർ കാത്തിരുന്നതിന്റെ അടിസ്ഥാനത്തിൽ എന്ന് വന്നു? പെന്തക്കോസ്ത് നാളിൽ വന്നു. ആ കാത്തിരുന്നവരുടെ മേൽ ആരാ കാത്തിരുന്നേ? ശിഷ്യന്മാർ. ആ ശിഷ്യന്മാരുടെ മേൽ പരിശുദ്ധാത്മാവ് വന്നു. ആ വരവ് പഴയ നിയമത്തിൽ ആത്മാവ് വന്നും പോയിരുന്ന പോലെ അല്ല. എങ്ങനെയായിരുന്നു? സ്ഥിരമായിട്ടാണ്. കർത്താവ് പറഞ്ഞു, ഞാൻ പിതാവിനോട് ചോദിക്കും, അവൻ സത്യത്തിന്റെ ആത്മാവെന്ന മറ്റൊരു കാര്യത്തിനെ എന്നേക്കും നിങ്ങളോട് കൂടെ ഇരിക്കേണ്ടതായി. ആ ആത്മാവിന്റെ വരവ്, അതായത് ആത്മാവിന്റെ അധിവാസം പെന്തക്കോസ്ത് നാളിൽ പുതിയ നിയമസഭയിൽ അല്ലെങ്കിൽ കൃപായുഗത്തിൽ പരിശുദ്ധാത്മാവിന്റെ അധിവാസം എന്ന് പറയുന്നത് താൽക്കാലികമായിട്ടല്ലായിരുന്നു, എന്നേക്കുമായിരുന്നു, എല്ലാ കാലത്തേക്കും ഉണ്ടായിരുന്നു. മറ്റൊരു വാക്യം കൂടെ ഇതിനെ തെളിയിക്കാൻ നമുക്ക് വേദത്തിൽ കാണുന്നുണ്ട്. എഫേസ്യർ 4-ന്റെ 30-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നത്, എഫേസ്യർ 4-ന്റെ 30-ാമത്തെ വാക്യം അവിടെ നമ്മൾ വായിക്കുന്നത്, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്, അവനാലല്ലോ നിങ്ങൾക്ക് വീണ്ടെടുപ്പ് നാളിനായി മുദ്ര ഇട്ടിരിക്കുന്നത്. അപ്പൊ നമ്മുടെ വീണ്ടെടുപ്പ്, നാം വീണ്ടെടുക്കപ്പെട്ടവരാണ്. അപ്പൊ ഞാൻ വീണ്ടെടുക്കപ്പെട്ടത്, അല്ലെങ്കിൽ എൻ്റെ രക്ഷ വ്യക്തിപരമായി പറഞ്ഞാൽ എൻ്റെ വീണ്ടെടുപ്പ് സാധ്യമായത് 1978 സെപ്റ്റംബർ മാസം 26-ാം തീയതി, ഒരു ശനിയാഴ്ച. എനിക്ക് വ്യക്തമായിട്ട് ഓർമ്മയുണ്ട്, ഒരു രാത്രി 9 മണിക്കായിരുന്നു. കഴിഞ്ഞ ദിവസം ബുധനാഴ്ച, ഈ ബുധനാഴ്ച ഞാൻ അവിടെ യാക്കോക്കാടയുടെ ഒരു ക്ലാസ് ഉണ്ട് കുറുപ്പമ്പടിയിലെ. അപ്പൊ അവിടെ ഒരു സാറ്, അദ്ദേഹം ഒത്തിരി റിട്ടയർഡായിട്ടുള്ള ആൾക്കാരൊക്കെയാണ്, അതുപോലെ ബിസിനസ്സുകാരുണ്ട്, രക്ഷിക്കപ്പെട്ട സ്നാനപ്പെട്ട സഹോദരന്മാരൊക്കെ അവിടെ കൂടി വരുന്നുണ്ട്. അപ്പോൾ ഒരു സാറ് വന്ന് ക്ലാസ്സിന് മുമ്പ് എന്നോട് വന്ന് ചോദിച്ച ഒരു ചോദ്യം ഞാൻ ഓർക്കുന്നു. അദ്ദേഹം മിനിഞ്ഞാന്ന് എന്നോട് ചോദിച്ചു. അപ്പൊ ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ, രക്ഷിക്കപ്പെട്ട ദിവസം ഇന്ന ദിവസമാണെന്ന് ആർക്കെങ്കിലും അങ്ങനെ പറയാൻ പറ്റും? 2 കാരണങ്ങളായി. ഞാൻ ജനിച്ചത് 1960 ഡിസംബർ മാസം 5-ാം തീയതിയാണ് ഞാൻ ജനിച്ചത്. പക്ഷെ എനിക്ക് ഓർമ്മയില്ലെങ്കിൽ എൻ്റെ അപ്പനും അമ്മയ്ക്കും അത് ഓർമ്മയുണ്ട്. അത് ഇന്ന നാളിലെ പൂരുരുട്ടാതി നാളിലാണ്. അന്നൊക്കെ നോക്കുമായിരുന്നു കേട്ടോ, അന്ന് സമുദായത്തിലായിരുന്നുകൊണ്ട് പൂരുരുട്ടാതി ഒക്കെ നോക്കുമായിരുന്നു. എനിക്ക് 2 പെൺകുട്ടികളുണ്ടായി. അവരുടെ നാളുമൊന്നും അവരുടെ പേര് മാത്രം ഓക്കെ ഞാൻ ഉറപ്പിച്ചിട്ടുള്ള. അപ്പൊ 1. 2, ഞാൻ വീണ്ടും ജനിച്ച ഒരു ദിവസമുണ്ട്
അത് 1978 സെപ്റ്റംബർ മാസം 26 ഒരു ശനിയാഴ്ചയാണ്, ഒരു 9 മണിക്കാണ്. പക്ഷെ സ്നാനപ്പെട്ട ഡേറ്റ് എനിക്ക് ഓർമ്മയില്ല, ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷെ ഈ ഓർമ്മ ഞാൻ വീണ്ടും ജനിച്ച ഓർമ്മയുണ്ട്. ആ വീണ്ടും ജനിച്ച അന്നാണ്, ആ നിമിഷത്തിലാണ് പാട്ടുകാരൻ പറഞ്ഞ പോലെ മറിഞ്ഞു ഞാൻ രക്ഷിക്കപ്പെട്ട അരക്ഷണത്തിൽ. അന്നാണ് എൻ്റെ പാപം നീങ്ങിയത്. അന്നാണ് ഞാൻ ഒരു ദൈവ പൈതലായി മാറിയത്. അന്നാണ് എൻ്റെ പേര് ജീവന്റെ പുസ്തകത്തിൽ ബാബു PM എബ്രഹാം എന്ന പേര് എഴുതിയത്. അന്നാണ് എൻ്റെ ശിക്ഷാവധി മുഴുവനും മാറിപ്പോയത്. റോമാലേഖനം 8-1 വാക്യം. അതുകൊണ്ട് ഇപ്പോൾ ക്രിസ്തുയേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവധിയുമില്ല. ഞാൻ അന്ന് ദൈവത്തിന്റെ മകനായി മാറി. ഞാൻ ദൈവ കുടുംബത്തിന്റെ അംഗമായി തീർന്നു. ഞാൻ വീണ്ടെടുപ്പിലേക്ക് വീണ്ടെടുക്കപ്പെട്ടു. ആ വീണ്ടെടുപ്പ് പൂർണ്ണമാകുന്നത് എപ്പോഴാണ്? കർത്താവിന് കാഹളം ധരിക്കുമ്പോൾ, അല്ലെങ്കിൽ ഞാൻ കർത്താവിലൂടെ ചേരുന്നത്. അപ്പൊ ആ വീണ്ടെടുപ്പ്, നമ്മുടെ വീണ്ടെടുപ്പ് എന്ന് പറഞ്ഞാൽ, വീണ്ടെടുപ്പ് എന്ന് പറഞ്ഞാൽ പാപത്തിന്റെ സാന്നിധ്യത്തിൽ നിന്നുള്ള വീണ്ടെടുപ്പ്. ഇന്ന് നാം പാപത്തിന്റെ ശിക്ഷയിൽ നിന്ന് നമ്മൾ വീണ്ടെടുക്കപ്പെട്ടു, വിടുവിക്കപ്പെട്ടു. അത് നാം രക്ഷിക്കപ്പെട്ട ദിവസമാണ്. അടുത്തതായിട്ട് ഇന്ന് നമ്മുടെ ജീവിതത്തിലുള്ളത് പാപത്തിന്റെ ശക്തിയിൽ നിന്നുള്ള ആ ഒരു വീണ്ടെടുപ്പാണ്. എന്ന് പറഞ്ഞാൽ ഇന്ന് ഞരക്കമാണ്. ആത്മാവിനാൽ ഉള്ളിൽ എന്ത് ചെയ്യുക? നാം ഞരങ്ങ്. കാരണം ഓരോ സൃഷ്ടി, ഈ ഭൂമിയിൽ എല്ലാ ദൈവമക്കളും ഈ സൃഷ്ടി ഒരു വലിയ വീണ്ടെടുപ്പിന് വേണ്ടി എന്ത് ചെയ്യുക? ഒരു മോചനത്തിന് വേണ്ടി എന്ത് ചെയ്യുക? കാത്തിരിക്കുക. അത് സാധ്യമാകുന്നത് എന്നാണ്? കർത്താവിന്റെ കാഹളം ധരിക്കുമ്പോഴാണ്. അന്ന് മരിച്ചവർ അക്ഷരായി എന്ത് ചെയ്യും? ഉയർന്നു. പിന്നെ ജീവനോടെ ശേഷിക്കുന്ന എല്ലാവരും എന്ത് ചെയ്യും? രൂപാന്തരം. അന്ന് നമ്മുടെ വീണ്ടെടുപ്പ് എന്ത് ചെയ്യും? പൂർണ്ണമാണ്. ആ വീണ്ടെടുപ്പ് നാള് വരെ നമ്മെ സുരക്ഷിതമായി സൂക്ഷിക്കുവാൻ കർത്താവ് നമുക്ക് നൽകിയിട്ടുള്ള മുദ്രയാണ് ഏത്? പരിശുദ്ധാത്മാവാകുന്നത്. ആ മുദ്ര എപ്പോഴെങ്കിലും അല്ലേ വെച്ചത്? ഞാൻ എന്ന് ദൈവ പൈതലായോ അന്ന് ഈ മുദ്ര വെച്ചു. ഞാൻ ഒരിക്കലും ഒരു കത്ത്, വളരെ പ്രധാനപ്പെട്ട ഒരു കത്തായിരുന്നു, ഞാൻ അത് പോസ്റ്റ് ചെയ്ത്, ഇപ്പോഴൊന്നുമല്ല, കുറെ വർഷം മുമ്പാണ്. പക്ഷെ അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി എഴുതേണ്ടതായിരുന്നു. ഞാൻ പോസ്റ്റ് ചെയ്ത് രജിസ്റ്റേർഡ് ലെറ്ററാണ് എഴുതി കഴിഞ്ഞ് എന്ത് ചെയ്യും? ഞാൻ ആ പോസ്റ്റ്മാനോട് ഇത് പോസ്റ്റ് മാസ്റ്റർ പറഞ്ഞു, എനിക്ക് ഒരു കാര്യം കൂടെ എന്ത് ചെയ്യണം, ഒന്ന് പറ്റില്ല. അവിടെ മുദ്ര വെച്ച് കഴിഞ്ഞു. ഇനി അത് ആടെ വകയാണ്. ഇനി അത് തുറക്കാനുള്ള അവകാശം ആർക്കാണോ ഞാൻ അഡ്രസ് ചെയ്ത ആ വ്യക്തിക്ക് മാത്രമാണ്. അപ്പൊ ഈ മുദ്ര വന്നു കഴിഞ്ഞാൽ പിന്നെ ആ മുദ്ര ആടെയാണ്. ആ മുദ്ര ഇടുന്ന വ്യക്തിയുടെ, അവരുടെ ഉടമസ്ഥതയിലുള്ളതാണ്. അവരുടെ ഉത്തരവാദിത്വമാണ് അതിന്റെ ഉടമയെ ഏൽപ്പിക്കുക എന്നുള്ളത്. അപ്പൊ ഞാൻ രക്ഷിക്കപ്പെട്ടപ്പോൾ, നിങ്ങൾ രക്ഷിക്കപ്പെട്ടപ്പോൾ, ഞാനൊരു പാപിയാണ് കർത്താവെ, ഞാനൊരു പാപിയാണ്, എന്റെ പാപത്തിന് വേണ്ടി അങ്ങ് മരിച്ചു, അത് ഞാൻ വിശ്വസിക്കുന്നു, അങ്ങനെയാ ഞാൻ രക്ഷിതാവും കർത്താവുമായി സ്വീകരിക്കുന്നു. നിങ്ങൾ മർത്തോമക്കാരായിരിക്കാം, യാക്കോബക്കാരായിരിക്കാം, ബ്രദറുകാരനായിരിക്കാം, പെന്തക്കോസ്തുകാരനായിരിക്കാം, ഏത് വ്യക്തിയായിരുന്നാലും പാപിയായ ഒരു വ്യക്തി യേശു കർത്താവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിക്കുമ്പോൾ, എന്റെ പാപങ്ങൾക്ക് വേണ്ടി കർത്താവെ നീ മരിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു, നിന്നെ എന്റെ രക്ഷിതാവായി എന്റെ കർത്താവായി സ്വീകരിക്കുന്നു, അങ്ങനെ ഒരു ഏറ്റുപറച്ചിൽ, അനുതാപത്തോടു കൂടിയ ഒരു ഏറ്റുപറച്ചിൽ ഒരു വ്യക്തിയിൽ, ഒരു പാപിയിൽ ഉണ്ടാകുമ്പോൾ അവൻ രക്ഷിക്കപ്പെടുന്നു. ആ സമയത്തെ പരിശുദ്ധാത്മാവിനാൽ എന്ത് ചെയ്യുന്നു? മുദ്രയിടുന്നു. അവൻ ആടെ വകയായി തീർന്നു, കർത്താവിന്റെ വകയായി. യേശുവൻ സ്വന്തം ഹല്ലേലൂയ, എന്നുടെ ഭാഗ്യം ചൊല്ലിക്കൂട. അപ്പൊ നമ്മൾ ഓർക്കേണ്ടത്, ഇന്ന് പുതിയ നിയമവിശ്വാസിയുടെ ആത്മാധിവാസം എന്ന് പറയുന്നത് സ്ഥിരമായിട്ടുള്ളതാണ്. എന്നുവരെ? കർത്താവ് വരുന്നത്. പഴയ നിയമത്തിൽ താൽക്കാലികമായിരുന്നു, പുതിയ നിയമത്തിൽ സ്ഥിരമായിരുന്നു. അപ്പൊ നമ്മൾ ആദ്യമായി ശ്രദ്ധിക്കേണ്ടത്, പുതിയ നിയമത്തിലെ പരിശുദ്ധാത്മാവിന്റെ അധിവാസം സ്ഥിരമായിട്ടുള്ളതാണ്. അതാണ് ഒന്നാമത്തെ കാര്യം, പഴയ നിയമമായിട്ടുള്ള ഒന്നാമത്തെ പ്രത്യേകത. രണ്ട്, ഈ ആത്മാധിവാസം ഞാൻ ഓർപ്പിച്ചല്ലോ, പരിശുദ്ധാത്മാവ് ഒരു വിശ്വാസികൾ ചെയ്യുന്ന പ്രവൃത്തികൾ, അല്ലെങ്കിൽ പരിശുദ്ധാത്മാവും വിശ്വാസിയും തമ്മിലുള്ള ബന്ധം, അതാണ് നമ്മൾ ഇനി പഠിക്കുന്നത്. മറ്റേത് പഠനത്തെക്കാളും ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയാണെന്ന് അറിയണം, പരിശുദ്ധാത്മാവ് ദൈവമാണെന്ന് അറിയണം. പക്ഷേ പരിശുദ്ധാത്മാവുമായി ഒരു വ്യക്തിയുമായ ബന്ധമില്ലെങ്കിൽ നമ്മുടെ മറ്റേത് പഠനവും വ്യർത്ഥമാണ്. ഞാൻ ചോദിക്കട്ടെ, അപ്പനുമായിട്ടൊരു ബന്ധമില്ലെങ്കിൽ, അപ്പനില്ലെങ്കിൽ പിന്നെ ആ അപ്പനെ കുറിച്ച് പഠിച്ചിട്ട് എന്താ കാര്യം? അപ്പൊ പരിശുദ്ധാത്മാവുമായി വ്യക്തിയുമായ ഒരു ബന്ധം നമുക്കുണ്ടാകും. ഒരു വിശ്വാസിക്ക് ഇന്ന് ആവശ്യമായിട്ടുള്ളത് ഇതാണ്. നമ്മൾ ഇന്ന് ഈ കാലഘട്ടത്തിൽ ഏറ്റവും വലിയ ഈ
തെറ്റായ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, അതായത് നമുക്ക് മനസ്സിലാക്കുവാൻ പ്രയാസമുള്ള ഒരു കാര്യം, അത് പരിശുദ്ധാത്മാവിനെ കുറിച്ച് ഒത്തിരി പഠിക്കുന്നുണ്ട്. പക്ഷേ പരിശുദ്ധാത്മാവ് എൻ്റെ ജീവിതത്തിൽ ആരാണ് എന്നതിനെ കുറിച്ചുള്ള ഇത് പറഞ്ഞില്ല. ഞാനും പരിശുദ്ധാത്മാവും തമ്മിലുള്ള ബന്ധം എന്താണ്? ആദ്യത്തെ ബന്ധം, എന്നിൽ പരിശുദ്ധാത്മാവിന്റെ അധിവാസം ആരംഭിക്കുന്നു എന്ന്. എനിക്ക് ആത്മാവ് ലഭിച്ചു എന്നുള്ളതാണ്. ആ ആത്മാവ് ലഭിക്കുന്നത് എപ്പോഴാണ്? നാം രക്ഷിക്കപ്പെടുമ്പോഴാണ്. നമ്മൾ വായിക്കുന്നുണ്ട് യോഹന്നാന്റെ സുവിശേഷം 1:12 വാക്യത്തിൽ, അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവന് ചെയ്തു അവകാശം. നമ്മൾ വായിക്കുന്നുണ്ട് റോമാലേഖനം 8:1 വാക്യത്തിൽ, അതുകൊണ്ട് ഇപ്പോൾ ക്രിസ്തുയേശുവിനവർക്ക് ഒരു ശിക്ഷാവിധിയുമില്ല. യോഹന്നാന്റെ ലേഖനം 1 വാക്യത്തിൽ വായിക്കുന്നുണ്ട്, കാരണം നാം ദൈവമക്കളെന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് എത്ര വലിയ സ്നേഹം നൽകിയിരിക്കുന്നു. അപ്പൊ ദൈവത്തിന്റെ ആത്മാവ് നമ്മിൽ, ത്രിയേക ദൈവം, നാം രക്ഷിക്കപ്പെടുന്ന അതേ നിമിഷത്തിലെ, നാം വീണ്ടും ജനിക്കുന്ന അതേ നിമിഷത്തിലെ, നാം ക്രിസ്തു എന്ന ആ മണവാളന്റെ മണവാട്ടിയായി നാം തീരുന്ന അതേ നിമിഷത്തിൽ, നമ്മുടെ പേരുകൾ ജീവന്റെ പുസ്തകത്തിൽ എഴുതപ്പെടുന്ന അതേ നിമിഷത്തിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മിൽ വാസം ചെയ്യുന്നു, ആരംഭിക്കും. ഇതാണ് എന്ന് പറയുന്നത് ആത്മ അധിവാസം. രണ്ട് കാര്യം ഓർക്കണം. ഒന്ന്, പരിശുദ്ധാത്മാവിന്റെ അധിവാസം സ്ഥിരമാണ്, നിത്യമാണ്. രണ്ട്, രക്ഷിക്കപ്പെടുന്ന അതേ നിമിഷത്തിൽ തന്നെ പരിശുദ്ധാത്മാവ് ഒരു വിശ്വാസിയിൽ വസിക്കുവാൻ ആരംഭിക്കുന്നു. ഒരു വാക്യം ഇതോടുള്ള ബന്ധത്തിൽ വായിക്കാം. 12-ാം അധ്യായം 1 കൊരിന്ത്യർ 12-ന്റെ വാക്യം ഒന്ന് വായിച്ചേ. 1 കൊരിന്ത്യർ 12-ന്റെ വാക്യം. 1 കൊരിന്ത്യർ 12:3. പരിശുദ്ധാത്മാവിലല്ലാതെ യേശു കർത്താവെന്ന് പറയുവാൻ ആർക്കും കഴിയില്ല. ആ വാക്യം വളരെ ശ്രദ്ധിക്കണം, അടിവരയിടണം. പരിശുദ്ധാത്മാവിലല്ലാതെ യേശു കർത്താവ് എന്ന് പറയുവാൻ ആർക്കും കഴിയുകയില്ല എന്ന് ഞാൻ നിങ്ങളെ ഗ്രഹിപ്പിക്കുന്നു. പരിശുദ്ധാത്മാവിലല്ലാതെ. അപ്പൊ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനം നമ്മിൽ ഉണ്ടാകാതെ ഒരാൾക്ക് പോലും കർത്താവിനെ രക്ഷിതാവായി സ്വീകരിക്കുക. അപ്പൊ ദൈവത്തിന്റെ ആത്മാവിന്റെ പ്രവർത്തനം നമ്മൾ നേരത്തെ വായിച്ചല്ലോ. കർത്താവ് പറഞ്ഞല്ലോ, ആത്മാവിനെ അയക്കുന്ന കാര്യത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഒരു കാര്യം പറഞ്ഞു, അവൻ വന്ന് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ലോകത്തിനെ ബോധ്യം വരുത്തും. യോഹന്നാൻ 16:8 വാക്യം. ഗലാത്യലേഖനം നോക്കിയേ, 3-ാം അധ്യായം 2-ാമത്തെ വാക്യം. ഗലാത്യലേഖനം 3:2 വാക്യം നോക്കിയേ. 3:2. ഞാൻ ഇതൊന്നു മാത്രം നിങ്ങളോട് ഗ്രഹിപ്പാൻ ഇച്ഛിക്കുന്നു, നിങ്ങൾക്ക് ആത്മാവ് ലഭിച്ചത് ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തിയാലോ, അടുത്ത വാക്ക് ശ്രദ്ധിക്കുക, വിശ്വാസത്തിന്റെ പ്രസംഗം കേട്ടതിനാലോ. അവിടെ പൗലോസ് അവരോട് ചോദിക്കുക, ഗലാത്യരോട് 3:2, ഗലാത്യലേഖനം 3:2 വാക്യം. ഞാൻ ഇതൊന്നു മാത്രം നിങ്ങളോട് ഗ്രഹിപ്പാൻ ഇച്ഛിക്കുന്നു, നിങ്ങൾക്ക് ആത്മാവ് ലഭിച്ചത് ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തിയാലോ ആണോ? ഗലാത്യർ അന്ന് പറഞ്ഞു, അല്ല, വിശ്വാസത്തിന്റെ പ്രസംഗം കേട്ടതിനാൽ. അപ്പൊ എനിക്ക് ആത്മാവ് ലഭിച്ചത് വിശ്വാസത്തിന്റെ പ്രസംഗം ഞാൻ കേട്ടപ്പോഴാണ്. കീക്കുരിയിലുള്ള ടി തോമസ്, ഇന്ന് അദ്ദേഹം ക്ഷീണിതനാണ്, പ്രായമൊക്കെ ആയിരിക്കും, 80 വയസ്സോളമായി. അദ്ദേഹമാണ് എന്നെ, ഒരു മർത്തോമക്കാരനായിരുന്ന എന്നെ ഈ ദൈവകൃപയിലേക്ക് കൊണ്ടുവരുവാൻ ദൈവം ഉപയോഗിച്ച വ്യക്തി എന്ന് പറഞ്ഞു. അപ്പൊ അദ്ദേഹം ആ സുവിശേഷം എന്നോട് പറഞ്ഞപ്പോൾ എന്നിൽ ദൈവത്തിന്റെ ആത്മാവ് എന്ന് നൽകി, പാപബോധം നൽകി. വിളിക്കുന്ന ഓരോ വ്യക്തിയും വാസ്തവമായി നിങ്ങൾ യഥാർത്ഥത്തിൽ രക്ഷിക്കപ്പെട്ട ദൈവമക്കളാണ് എങ്കിൽ, വീണ്ടും ജനിച്ചവരാണ് എങ്കിൽ, അങ്ങനെ അല്ലാത്ത ധാരാളം ആൾക്കാർ ഈ കാലഘട്ടത്തിൽ ധാരാളം സഭകളുണ്ട് എന്നുള്ള അറിവുള്ളത് കൊണ്ടാണ് ഞാൻ ആ വാക്ക് വളരെ സ്ട്രെസ് ചെയ്ത് ഞാൻ പറയാൻ കാരണം. അപ്പൊ യഥാർത്ഥമായ ഒരു വീണ്ടും ജനനത്തിന്റെ അനുഭവം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ആ നിമിഷത്തിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എന്ത് ചെയ്യുന്നു? നമ്മിൽ വാസം ചെയ്യാൻ. അത് വിശ്വാസത്തിന്റെ പ്രസംഗം കേൾക്കുമ്പോഴാണ്. യേശു എന്റെ രക്ഷിതാവാണ്, എന്റെ കർത്താവാണ്, എനിക്ക് വേണ്ടി ഞാൻ മരിക്കേണ്ട സ്ഥാനത്ത് അവൻ മരിച്ചു എന്നുള്ള ആ സുവിശേഷ സത്യം ഞാൻ കേട്ട ആ നിമിഷത്തിൽ ഞാൻ അവന്റെ മകനായി, അവന്റെ ആത്മാവ് എന്നിൽ എന്ത് ചെയ്തു? വാസം ചെയ്യുവാനായി. 1 കൊരിന്ത്യർ 3-ാം അധ്യായം നോക്കിയേ. 1 കൊരിന്ത്യർ 3-ാം അധ്യായം 16-ാമത്തെ വാക്യം. 1 കൊരിന്ത്യർ 3-ാം അധ്യായം 16-ാമത്തെ വാക്യം.
ആ ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെന്നും നിങ്ങൾ അറിയുന്നില്ലയോ? അപ്പൊ നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമെന്നും. എന്നാ നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമായത്? അതോ നിങ്ങൾ സ്നാനപ്പെട്ടപ്പോഴാണോ? നിങ്ങൾ രക്ഷിക്കപ്പെട്ടപ്പോഴാണ്. അടുത്ത വാക്ക്, നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമെന്നും ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എന്നും നിങ്ങൾ അറിയുന്നില്ലയോ? ഈ ചില ആൾക്കാർക്ക് ഈ അറിവുണ്ടാകണം എന്ന് നിർബന്ധമില്ല. അതായത് യഥാർത്ഥമായി രക്ഷിക്കപ്പെട്ടവരാ, പക്ഷെ തെറ്റായ ചില ചിന്തകൾ, ചില ഉപദേശങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് ചിലപ്പോൾ ഒരു വ്യക്തിക്ക് ആ അറിവ് ലഭിച്ചു എന്ന് വരും. ഇവരോട് ചോദിക്കുന്ന ചോദ്യം അവരുടെ വിശുദ്ധ ജീവിതത്തിലുള്ള ബന്ധത്തിൽ, നിങ്ങളുടെ ഭിന്നതയും നിങ്ങളുടെ ഇടയിലുള്ള ഈ പിണക്കവും ഇതെല്ലാം നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമാണ്. അപ്പൊ നമ്മൾ രക്ഷിക്കപ്പെടുന്ന അതേ നിമിഷം മുതൽ നാം ദൈവ പൈതലാകുക, നാം ദൈവ മകനാകുക, ദൈവ കുടുംബത്തിന്റെ അംഗമാകുക. ദൈവത്തിന്റെ നമ്മൾ വായിക്കുന്നുണ്ടല്ലോ, കാൺമീൻ നാം ദൈവത്തിന്റെ മക്കളെന്ന് നാം വിളിക്കപ്പെടുക എന്നൊക്കെ. പിതാവ് എത്ര വലിയ സ്നേഹം നൽകിയിരിക്കുന്നു. അപ്പൊ ദൈവം നമ്മുടെ പിതാവായത് എപ്പോഴാ? രക്ഷിക്കപ്പെട്ടപ്പോഴാ. എത്ര കാലം കഴിഞ്ഞു രക്ഷിക്കപ്പെട്ട? എത്ര കാലം കഴിഞ്ഞിട്ടാ? എത്ര മണിക്കൂർ കഴിഞ്ഞാ? എത്ര ദിവസം കഴിഞ്ഞാ? എത്ര മാസം കഴിഞ്ഞാ ദൈവം പിതാവായത്? നമ്മൾ വായിക്കുന്നുണ്ട്, അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്ന പുത്രത്വത്തിന്റെ ആത്മാവിനെ ദൈവം നമ്മുടെ ഹൃദയങ്ങളിൽ അയച്ചിരിക്കുന്നു. അപ്പൊ ആരാ ദൈവം നമ്മുടെ പിതാവാകുക? എപ്പോഴാ ദൈവത്തെ പിതാവെ എന്ന് വിളിക്കാൻ തുടങ്ങിയത്? നമ്മളെയൊക്കെ ഇവിടെ ഇരിക്കുന്ന പലരും, ഒട്ടുമിക്ക ആൾക്കാരും പിതാക്കന്മാർ. അതുപോലെ നമ്മളെല്ലാവരും മക്കളാണ്. നമ്മൾ രണ്ടു നിലയിൽ മക്കളാണ്. ആദ്യം നമ്മൾ മക്കളായത് ആരാ? നമ്മുടെ അപ്പന്റെ അല്ലെങ്കിൽ അമ്മയുടെയും മക്കളാണ്. മകനായിരുന്നു അല്ലെങ്കിൽ മകളായിരുന്നു. അത് ജനനത്താലാ. എപ്പോഴാ നമ്മൾ മകനായത്? ഞാൻ 60 ജനിച്ചു. 60 അല്ലല്ല, മനുഷ്യമായ 1960 ജനിച്ചു. ഡിസംബർ 5-ാം തീയതി കഴിഞ്ഞ് പിന്നെ എന്നെ മാമുദീസയൊക്കെ നൽകിയത് ഞാൻ 3-ാം ക്ലാസ് പഠിക്കുമ്പോഴാണ്. അപ്പന്റെ കയ്യിലിരിപ്പ് മോശമായിരുന്നതുകൊണ്ട് ഓക്കെ, പള്ളിക്കാരെ അച്ഛൻ സമ്മതിച്ചില്ല. അപ്പൊ അന്നാണോ ഞാൻ ദൈവത്തിന്റെ മകനായത്? അല്ല. അപ്പൊ നമ്മൾ എപ്പോഴാണ് ജനിക്കുന്നത്, അപ്പോൾ നാം ആ പിതാവിന്റെ മകനാകുക. അതുപോലെ തന്നെ നാം എപ്പോഴാണോ ദൈവത്തിന് ജനിക്കുന്നത്, ദൈവാത്മാവിനാൽ ജനിക്കുന്നത്, ആ സമയം നമ്മൾ ആരാകുക? ദൈവമകനാകുക. നമുക്ക് മാനുഷിക പുത്രത്വം ലഭിക്കുന്നത് ആ ജനനത്തിന് സമയമാണ്. ഒരു നിലയിൽ പറഞ്ഞാൽ നമ്മൾ ഈ ഭൂമിയിലേക്ക് ജനിച്ചു വീഴുമ്പോഴല്ല നമ്മുടെ ജനനം നടക്കുന്നത്, ആണോ? അല്ല. ശാസ്ത്രപ്രകാരം അല്ല, സയൻസ് പ്രകാരം അപ്പോഴല്ല. കുറെ നാൾ, മാസങ്ങളോളം അമ്മയുടെ ഉദരത്തിൽ ഒരു ശിശുവായി നമ്മൾ ഇരിക്കുന്നു എന്ന് മാത്രമേ. ആ ജനനം എന്ന പ്രക്രിയ നടക്കുന്നത് എത്രയോ മാസങ്ങൾക്ക് മുമ്പാണ്. പക്ഷെ അതിന്റെ പൂർത്തീകരണം എന്ന് പറയുന്നത് ജനിക്കുന്നില്ല. അപ്പൊ യഥാർത്ഥത്തിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ വരുന്നു, വാസം ചെയ്യാൻ ആരംഭിക്കുന്നു. ഞാനും നിങ്ങൾ രക്ഷിക്കപ്പെടുമ്പോൾ, വീണ്ടും ജനിക്കുമ്പോൾ എല്ലാ ബന്ധവും നമുക്ക് ഉണ്ടാകുക. ആ പൗലോസ് പറയുന്നത്, അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്ന സ്വപുത്രന്റെ ആത്മാവിനെ. ദൈവത്തെ പിതാവെന്ന് വിളിക്കാൻ തുടങ്ങിയത് എപ്പോഴും മുതലാണ്? രക്ഷിക്കപ്പെട്ട മുതലാണ്. ആ നിമിഷം മുതൽ, അതേ നിമിഷം മുതൽ ഞാൻ ദൈവമകനായി, അല്ലെങ്കിൽ ഞാൻ ദൈവമകളായി, ഞാൻ ദൈവ കുടുംബത്തിന്റെ അംഗമായി, ഞാൻ യേശുക്രിസ്തുവിന്റെ മണവാട്ടിയാകുന്ന ആ സഭയുടെ അംഗമായി തീർന്നു. ദൈവം എന്റെ പിതാവായി തീർന്നു. അപ്പൊ ദൈവത്തിന്റെ ആത്മാവ് നമ്മിൽ വാസം ചെയ്യുന്നത് ആ വാസം ആരംഭിക്കുന്നത് എപ്പോഴാ? പറഞ്ഞേ, ഈ സംശയമുണ്ട് ചോദിക്കാം. ഓക്കെ, ഒരു വാക്കിവിടെ. മറ്റൊന്ന്, മൂന്നാമത്തെ കാര്യം, 2 കാര്യം നമ്മൾ ചിന്തിച്ചു. അധിവാസത്തോടുള്ള ബന്ധത്തിൽ വിശ്വാസിയും പരിശുദ്ധാത്മാവും തമ്മിലുള്ള ബന്ധങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് ആത്മാധിവാസം. അതിലൊന്ന്, പുതിയ നിയമത്തിലെ പരിശുദ്ധാത്മാ അധിവാസം സ്ഥിരമാണ്. ഒന്ന്. രണ്ടാമത്തെ കാര്യം നമ്മൾ ചിന്തിച്ചത് എന്താണ്? പരിശുദ്ധാത്മാവിന്റെ അധിവാസം പുതിയ നിയമ വിശ്വാസിയിൽ ആരംഭിക്കുന്നത് രക്ഷിക്കപ്പെടുന്ന അതേ ദിവസം എന്നാണോ? നിമിഷമാണ്. അതേ നിമിഷമാണ്. പൗലോസ് ആ ബന്ധത്തിൽ മറ്റൊരു വാക്ക് പറഞ്ഞല്ലോ, ഇപ്പോഴാകുന്നു സുപ്രസാദകാലം, ഇപ്പോഴാകുന്നു രക്ഷ. ഇന്നെന്നല്ല, ഇന്നെന്ന് പറയുമ്പോൾ ഇപ്പം 5 മണി ആയുള്ളൂ. ഇന്ന് തീരണമെങ്കിൽ ഇനിയും കിടക്കുന്നു എത്ര മണിക്കൂടെ? അപ്പൊ ഇന്നല്ല, ഇപ്പോഴാകുന്നു, ഈ നിമിഷത്തിൽ. അപ്പൊ ഇതുപോലെ തന്നെയാണ് ആത്മാവിൽ തമ്മിൽ വസിപ്പാൻ ആരംഭിക്കുന്നത്.
അപ്പൊ നാം ദൈവമക്കളാകുമ്പോൾ, നാം രക്ഷിക്കപ്പെടുമ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മിൽ അധിവസിപ്പാൻ ആരംഭിക്കുന്നു. മൂന്നാമത്തെ കാര്യം, പരിശുദ്ധാത്മാധിവാസവും വിശ്വാസമുള്ള ബന്ധത്തിൽ. പരിശുദ്ധാത്മാ അധിവാസമില്ലാത്ത ഒറ്റ വിശ്വാസി പോലും, ആത്മ അധിവാസമില്ലാത്ത ഒരു വിശ്വാസി പോലും ഇല്ല. ആ വാക്ക് വിശ്വാസി, ആത്മാധിവാസമില്ലാത്ത ഒരു മനുഷ്യൻ പോലും ഇല്ല എന്നല്ല ഞാൻ പറഞ്ഞത്. ആത്മാധിവാസമില്ലാത്ത ഒരു വിശ്വാസി പോലുമില്ല. ഇനി ആത്മാധിവാസം ഇല്ലാത്ത ഒരു വിശ്വാസി ഉണ്ടെങ്കിൽ ആ വിശ്വാസിയെ പൗലോസ് എന്താ വിളിക്കുന്നത്? റോമാലേഖനം 8-ാം അധ്യായം 9-ാമത്തെ വാക്യം, റോമർ 8:9. ഒരാള് വിശ്വാസിയാണ്, ഒരാൾ ബ്രദറുകാരനാണ്, ഒരാൾ ബന്ധുക്കൂസുകാരനാണ്, ഒരാൾ ബാപ്റ്റിസ്റ്റുകാരനാണ്, ഒരാൾ മർത്തോമക്കാരനാണ്, ഒരാൾ യാക്കോബക്കാരനാണ്. ആ വ്യക്തി ആത്മാവില്ലാത്ത ആളെന്നാണെങ്കിൽ അദ്ദേഹത്തെ എന്താ വിളിക്കുന്നത് എന്ന് റോമർ 8:9 പൗലോസ് പറയുന്നുണ്ട്. നോക്കിയേ, ക്രിസ്തുവിന്റെ ആത്മാവ് ഇല്ലാത്തവൻ അവൻ ഉള്ളവനെ അല്ല. വളരെ പ്രധാനമായ ഒരു കാര്യമാണ്. അപ്പൊ ഒരാളെ ക്രിസ്തുവിന്റെ ആത്മാവ് അല്ലെങ്കിൽ പരിശുദ്ധാത്മാവില്ലാത്ത ഒരാളാണ് എന്ന് ഒരാളെ കുറിച്ച് പറഞ്ഞാൽ നമ്മൾ ആ വ്യക്തിയെ പരിഗണിക്കുന്ന ആരായിട്ടാണെന്ന് അറിയുമോ? അവിശ്വാസിയായിട്ട്, ക്രിസ്തുവുമായിട്ട് ഒരു ബന്ധമില്ലാത്ത വ്യക്തി. ക്രിസ്തുവിന്റെ ആത്മാവില്ലാത്ത ഒറ്റയാളും വിശ്വാസികളിൽ ഇല്ല. പക്ഷെ സഭകളിലുണ്ട്. സഭകളിൽ, ഇന്നത്തെ പ്രാദേശിക സഭകളിലൊക്കെ ആത്മാവില്ലാത്ത ധാരാളം ആൾക്കാരുണ്ട്. ബ്രദറിലും ഉണ്ട്, പെന്തക്കോസ്തിലും ഉണ്ട്, ബാപ്റ്റിസ്റ്റിലും ഉണ്ട്. ഏത് കൂട്ടായ്മകളിലും ആത്മാവില്ലാത്തവർ ഉണ്ട്. പക്ഷെ ആത്മാവില്ലാത്ത ആരില്ല? ഒരു വിശ്വാസി പോലുമില്ല. ഞാൻ പറഞ്ഞ അർത്ഥം മനസ്സിലായോ? പരിശുദ്ധാത്മാവില്ലാത്ത ഒരൊറ്റ വിശ്വാസി പോലുമില്ല. പക്ഷേ പരിശുദ്ധാത്മാവില്ലാത്ത സഭാവിശ്വാസികൾ. ഈ സഭാവിശ്വാസി, പരിശുദ്ധാത്മാവില്ലാത്ത സഭാവിശ്വാസം എന്ന് പറഞ്ഞാൽ അവരാരല്ല? രക്ഷിക്കപ്പെട്ടവരെ അല്ല. യജമാനൻ ചോദിച്ചു, ദാസന്മാർ ചോദിച്ചു, യജമാനെ, നമ്മളെ നല്ല വിത്തല്ലേ വിതച്ചത്, പിന്നെ കള എവിടുന്ന്? 13-ാം അധ്യായം, മത്തായി 13-ാം അധ്യായം 25-ാമത്തെ വാക്യത്തിൽ അവിടെ യജമാനൻ പറഞ്ഞിട്ടുണ്ട്, മനുഷ്യൻ ഉറങ്ങിയപ്പോൾ മനുഷ്യർ വന്ന് എന്ത് ചെയ്തു? അവിടെ പറഞ്ഞ ശത്രുക്കൾ വന്ന് കോതമ്പിന്റെ ഇടയിൽ ആരെ വിതച്ചു? ഞാൻ ഇന്ന് അനേകം പെന്തക്കോസ്ത് സഭകളിലും ബ്രദർ സഭകളിലും ബാപ്റ്റിസ്റ്റ് സഭകളിലും ഒക്കെ ഇങ്ങനെയുള്ള കളകളുണ്ട്. കല്ലലി പറയില്ല ബ്രദറെ, ഇതൊന്നും കല്ലലി പറയരുത്. ഇതൊക്കെ ദുഃഖിക്കേണ്ട കാര്യം. ഞാൻ ഇപ്പൊ ഈ അടുത്ത ദിവസങ്ങളിലെ ആ കുമ്പനാടൊക്കെ നടക്കുന്ന എനിക്ക് സങ്കടമുള്ള, ഞാൻ പല പാസ്റ്റർമാർക്കും എഴുതി ഞാനോട് പറഞ്ഞു, ചെയ്യരുത്. ഞാനൊരു സമുദായത്തിൽ നിന്ന് വന്ന വ്യക്തിയായിരുന്നു. അപ്പൊ ദൈവത്തിന്റെ ആത്മാവുള്ള ഒരു വ്യക്തിയാണെങ്കിൽ അങ്ങനെ പ്രവർത്തിക്കുകയില്ല. അവിടെ സമരം ചെയ്യാനോ കുടി പിടിക്കാനോ മുദ്രാവാക്യം വിളിക്കാനോ ഒരു വിശ്വാസി ദൈവത്തിന്റെ ആത്മാവുള്ള ഒരുത്തം പോവുകയില്ല. പക്ഷെ അവരെ സ്നാനപ്പെട്ടവരായിരിക്കും. പക്ഷെ എങ്ങനെയല്ല? അല്ലല്ല, രക്ഷിക്കപ്പെടാത്ത സ്നാനപ്പെട്ട ആൾക്കാർ. രക്ഷിക്കപ്പെടാത്ത സ്നാനപ്പെട്ട ധാരാളം ആൾക്കാർ ഇന്നുള്ള വേർപെട്ട സഭകളിലൊക്കെ ഉണ്ട്. അതാണ് ഈ ദുരന്തത്തിന്റെ എല്ലാം കാരണം. അപ്പൊ ദൈവത്തിന്റെ ആത്മാവ് എല്ലാ വിശ്വാസികളുമുണ്ട്. രക്ഷിക്കപ്പെട്ടവരിൽ, വീണ്ടും ജനിച്ചവരിൽ ആത്മാവില്ലാത്ത ഒറ്റയാൾ പോലും ഇല്ല. ഒരു കാര്യം കൂടെ ഇവിടെ ശ്രദ്ധിക്കണം. ഞാൻ ഓർപ്പിച്ചല്ലോ, നമ്മളെല്ലാം വാദിക്കുന്നത് യഹോവയുടെ സാക്ഷികളെ തെറ്റിക്കാൻ വേണ്ടി, അവരെ തോൽപ്പിക്കാൻ വേണ്ടിയാണ്, അല്ലെങ്കിൽ യേശുനാമക്കാരെ തോൽപ്പിക്കാൻ വേണ്ടിയാണ്. പക്ഷെ നമ്മുടെ മുഴുവൻ ശ്രദ്ധ അതിലേക്ക് വിളിക്കുക. നമ്മുടെ ശ്രദ്ധ ആത്മാവ് എന്നിൽ ഉള്ള പ്രവൃത്തി എന്താണ്, ആത്മാവ് ഞാനും തമ്മിലുള്ള ബന്ധം എന്താണ്, ഇത് മനസ്സിലാക്കാതെ, അതൊക്കെ പ്രയോജനമുള്ള കാര്യമാണ്. പക്ഷെ ഏറ്റവും പ്രയോജനമുള്ള കാര്യം ഇതാണ്, നമ്മൾ ഡെഫിനേഷൻ തപ്പുക. നമ്മൾ എന്ത് ചെയ്യുക? അവരെ തോൽപ്പിക്കാനുള്ള ആയുധങ്ങൾ നമ്മൾ സംഭരിക്കുക. ഇവിടെ ആവശ്യം, ഞാൻ എന്നിൽ വസിക്കുന്ന ദൈവത്തിന്റെ ആത്മാവിനെ അനുസരിച്ചാണോ ഞാൻ ജീവിക്കുന്നത് എന്നുള്ളത് പരിശോധിക്കുകയാണ് ആവശ്യം. രക്ഷിക്കപ്പെട്ട എല്ലാ വിശ്വാസികളും ആരുണ്ട്? ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ്. ഒരു വാക്യം കൂടെ ഉപയോഗിക്കുക. 1 യോഹന്നാൻ 3-ാം അധ്യായം അതിന്റെ 24-ാമത്തെ വാക്യം നോക്കിയ. 1 യോഹന്നാൻ 3-ാം അധ്യായം അതിന്റെ 24-ാമത്തെ വാക്യം.
അവൻ നമ്മിൽ വസിക്കുന്നു എന്ന് അവൻ നമുക്ക് തന്ന ആത്മാവിനാൽ നാം അറിയുന്നു. ഞാൻ ദൈവത്തിൽ വസിക്കുന്നു, അല്ലെങ്കിൽ ദൈവം എന്നിൽ വസിക്കുന്നു. നമ്മൾ നേരത്തെ വായിച്ചല്ലോ കൊരിന്ത്യലേഖനത്തിൽ 1:3-16 നിങ്ങൾ ദൈവത്തിന്റെ ധനമായ പരിശുദ്ധാത്മാവിന്റെ മന്ദിരമാകുന്നു. അപ്പൊ ദൈവത്തിന്റെ ആത്മാവ് എന്നിലുണ്ട്. ആ ദൈവത്തിന്റെ ആത്മാവ് ഉള്ളത് കൊണ്ടാണ് ഞാൻ എന്തറിയുന്നത്? ദൈവം എന്നിൽ വസിക്കുന്നു എന്ന്. ഇവിടെ അതിലെ പറഞ്ഞത് അവൻ നമ്മിൽ വസിക്കുന്നു. ആര് നമ്മിൽ വസിക്കുന്നു? അവൻ നമ്മിൽ വസിക്കുന്നു എന്നല്ല, ദൈവം നമ്മിൽ വസിക്കുന്നു എന്ന് ദൈവം നമുക്ക് തന്ന ആത്മാവിനാൽ നാം അറിയുന്നു. ആ വാക്യം ശ്രദ്ധിച്ചു നോക്കി. അവൻ നമ്മിൽ വസിക്കുന്നു, ദൈവം എന്നിൽ അല്ലെങ്കിൽ നമ്മളിൽ വസിക്കുന്നു എന്ന് അവൻ ആരാ? ദൈവം നമുക്ക് തന്ന ആത്മാവിനാൽ നാം അറിയുന്നു. ഇനിയും ഒരാൾ പറയുകയാണ്, അയ്യോ രക്ഷിക്കപ്പെടുമ്പോൾ ആത്മാവില്ല എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ആ വ്യക്തിക്ക് ഏതറിവില്ല? ആ വ്യക്തിയിൽ ദൈവം വസിക്കുന്നു എന്നുള്ള. അപ്പൊ ദൈവം നമ്മിൽ വസിക്കുന്നു എന്നുള്ള ആ അറിവ് നമുക്ക് നൽകുന്നത് ആരാണ്? ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാണ്. അപ്പൊ ഈ പരിശുദ്ധാത്മാവിനെ ദൈവം നമുക്ക് നൽകിയത്, കർത്താവ് നമുക്ക് നൽകിയത്, കർത്താവ് പറഞ്ഞ വാക്കതല്ലേ, വാഗ്ദത്തം ഇതല്ലേ. ഞാൻ ആ കാര്യസ്ഥനെ അയക്കുമ്പോൾ അവൻ വന്ന് എന്ത് ചെയ്യും? സകല സത്യത്തിന് നിങ്ങളെ എന്ത് ചെയ്യും? വഴി നടത്തി. ഈ ആത്മീയ സത്യങ്ങളെല്ലാം നമുക്ക് ദൈവം വെളിപ്പെടുത്തി തന്നത് അവന്റെ കാര്യസ്ഥനായ അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിലൂടെയാണ്. അപ്പൊ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നാം വീണ്ടും ജനിക്കുന്ന അതേ നിമിഷത്തിൽ നമ്മിൽ അധിവസിപ്പാൻ ആരംഭിക്കുകയാണ്. നാലാമത്തെ കാര്യം, 3 കാര്യം ചിന്തിച്ചു. ഇനി നാലാമത്തെ കാര്യം, ആത്മാധിവാസത്തോടുള്ള ബന്ധത്തിൽ നാം ദൈവമക്കളാണെന്ന ഉറപ്പ് നൽകുന്നത് പരിശുദ്ധാത്മ അധിവാസത്തിലൂടെയാണ്. നാം ദൈവമക്കളാണെന്ന ഉറപ്പ് നമുക്ക് ലഭിക്കുന്നത് അല്ലെങ്കിൽ നൽകപ്പെടുന്നത് പരിശുദ്ധാത്മ അധിവാസത്തിലൂടെയാണ്. റോമാലേഖനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, നാം ദൈവത്തിന്റെ മക്കൾ എന്ന് ആത്മാവ് താനും നമ്മുടെ ആത്മാവോടെ സാക്ഷ്യം പറയുന്നു. ഓർക്കണം, ഈ ഒരു ഓർമ്മപ്പെടുത്തൽ ഇല്ലാതെ വരുമ്പോഴാണ് എൻ്റെ ജീവിതത്തിൽ നിങ്ങളുടെ ജീവിതത്തിലൊക്കെ പാപം സംഭവിക്കുന്നത്. അരുതാത്ത കാര്യങ്ങൾ സംഭവിക്കാനുള്ള കാരണം ഇതാണ്. ജോസഫിന് ഈ ഒരു അറിവുണ്ടായിരുന്നു. ദൈവാത്മാവുള്ള ഒരു പുരുഷനായിരുന്നു ജോസഫ്. ആ പാപം പ്രലോഭനം ജോസഫിന്റെ ജീവിതത്തിലേക്ക് വന്നപ്പോൾ, ആ യുവാവിന്റെ ജീവിതത്തിലേക്ക് വന്നപ്പോൾ, നമ്മൾ വായിക്കുന്നുണ്ടല്ലോ ഉൽപ്പത്തി പുസ്തകത്തിലെ, അവിടെ ആ പ്രലോഭനം വന്നപ്പോൾ ജോസഫ് വേഗം പോയി ബൈബിൾ വായിച്ചു. അന്ന് 10 കൽപ്പന എഴുതിയിട്ടില്ല. വ്യഭിചാരം എന്ന പാപത്തെക്കുറിച്ച് അന്ന് എഴുതിയിട്ടില്ല. അന്ന് ദാവീദ് ബത്ശേബയുമായി ചെയ്ത പാപത്തിന്റെ പരിണിതഫലം, അതിന്റെ ദുരന്തം ജോസഫ് വായിച്ചറിഞ്ഞിട്ടില്ല. ഒറ്റ ബാലസംഘം ക്യാമ്പിൽ പോലും ജോസഫ് പങ്കെടുത്തിട്ടില്ല. ഒരു YMF ക്യാമ്പിന് പോയിട്ടില്ല. ഒരു കൗൺസിലിംഗ് ക്ലാസ്സിലും ഈ ജോസഫ് പങ്കെടുത്തിട്ടില്ല. ഒരു സൺഡേ സ്കൂളിലും പോയിട്ടില്ല. പക്ഷേ ജോസഫിന്റെ ഉള്ളിൽ ആരുണ്ടായിരുന്നു? ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഉണ്ടായിരുന്നു. ഞാൻ ഈ പാപം ചെയ്ത് ആരോടാ? എൻ്റെ ദൈവത്തോടെ. അപ്പൊ തീർച്ചയായും നമ്മിൽ ഈ ദൈവത്തിന്റെ ആത്മാവ് വസിക്കുമ്പോഴാണ് നാം ദൈവത്തിന്റെ മക്കളാണ് എന്നുള്ള ആ ബോധ്യം എനിക്കും നിങ്ങൾക്കുമൊക്കെ ഉണ്ടാകും. അപ്പൊ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മിൽ വസിക്കുന്നു. ആ വാസം ആരംഭിക്കുന്നത് നാം രക്ഷിക്കപ്പെടുന്ന അതേ നിമിഷത്തിലാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങളെ ഞാൻ ഒരു അറിവിനായിട്ട് നമ്മൾ അടിസ്ഥാനമായി ആത്മാധിവാസത്തോടുള്ള ബന്ധത്തിൽ ഓർപ്പിച്ചതാണ്. ആത്മാധിവാസം ആരംഭിക്കുന്നത് രക്ഷിക്കപ്പെടുന്ന അതേ നിമിഷം. ആത്മാധിവാസം സ്ഥിരമായിട്ടുള്ള അധിവാസമാണ്. പിന്നെ ആത്മാധിവാസം എല്ലാ വിശ്വാസങ്ങൾക്കുമുള്ളതാണ്. ഈ ആത്മാധിവാസത്തിലൂടെയാണ് നാം ദൈവത്തിന്റെ മകനാണ്, മകളാണ് എന്നുള്ള ബോധ്യം നമുക്ക് ഉണ്ടാകുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഒരു വാക്യം, ഒന്നല്ല പല വാക്യങ്ങളുണ്ട്, ആ ഭാഗം നമ്മുടെ ശ്രദ്ധയിലേക്ക് നമുക്ക് കൊണ്ടുവരാം. പ്രവർത്തന പുസ്തകം 8-ാം അധ്യായം അതിന്റെ 14 മുതൽ 17 വരെയുള്ള വാക്യങ്ങൾ നോക്കിയേ. അനന്തരം യെരൂശലേമിലുള്ള അപ്പോസ്തലന്മാർ ശമര്യർ ദൈവവചനം കൈക്കൊണ്ടു എന്ന് കേട്ട് പത്രോസിനെയും യോഹന്നാനെയും അവരുടെ അടുക്കൽ അയച്ചു. അവർ ചെന്ന് അവർക്ക് പരിശുദ്ധാത്മാവ് ലഭിക്കേണ്ടതിന് അവർക്കായി പ്രാർത്ഥിച്ചു.
അതുവരെ അവരിൽ ആരുടെ മേലും ആത്മാവ് വന്നിരുന്നില്ല. അവർ കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനം ഏൽക്കുന്നതേ ഉള്ളൂ. അവർ അവരുടെ മേൽ കൈവച്ചപ്പോൾ അവർക്ക് പരിശുദ്ധാത്മാവ് ലഭിച്ചു. വളരെ സംശയം ഉളവാക്കുന്ന, നമ്മളിപ്പോൾ പഠിച്ച ഈ ഭാഗത്തുള്ള ബന്ധത്തിലെ സംശയം ഉളവാക്കുന്ന ഒരു ഭാഗമാണ് നമ്മളിവിടെ വായിച്ചത്. അനന്തര യെരൂശലേമിലുള്ള അപ്പോസ്തലന്മാർ ശമര്യർ ദൈവദിനം കൈക്കൊണ്ടു എന്ന് പത്രോസിനെയും കേട്ട് പത്രോസിനെയും യോഹന്നാനെയും അവരുടെ അടുക്കൽ അയച്ചു. അവർ ചെന്ന് അവർക്ക് പരിശുദ്ധാത്മാവ് ലഭിക്കേണ്ടതിന് അവർക്കായിട്ട് പ്രാർത്ഥിച്ചു. അന്ന് വരെ അവരുടെ ആരുടെ മേലും ആത്മാവ് വന്നിരുന്നില്ല. അവർ കർത്താവായ യേശുവിന്റെ നാമത്തിൽ സ്നാനം ഏറ്റിരുന്നേ ഉള്ളൂ. അപ്പൊ സ്വാഭാവികമായും ഞാൻ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഇത്രയും കാര്യങ്ങൾ പഠിച്ചപ്പോൾ ആത്മാ അധിവാസത്തോടുള്ള ബന്ധത്തിൽ ചിന്തിച്ചപ്പോൾ വായിക്കുന്ന ഏതൊരു വ്യക്തിക്കും, ഒരു സാധാരണ വിശ്വാസിക്ക് സംശയം ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു ഭാഗമാണ് ഈ പറഞ്ഞിട്ടുള്ള വേദഭാഗം. മറ്റു ചില സംശയമായ ഭാഗം ഇതിനോട് ബന്ധപ്പെട്ടല്ല, ആത്മാ അധിവാസത്തോടെ ബന്ധപ്പെട്ടുള്ളതല്ല മറ്റു ഭാഗങ്ങൾ. അതുകൊണ്ടാണ് ഞാൻ ആ ഭാഗങ്ങൾ വായിക്കാൻ. അപ്പൊ ഇവിടെ ഈ ആരാ അവിടെ പോയി സുവിശേഷം അറിയിച്ചത്? ഫിലിപ്പോസ് ആണ് അല്ലെ? ഈ ചിതറപ്പെട്ട വിശ്വാസം ചിതറപ്പെട്ട ശേഷമാണ്, അതായത് സ്തെഫാനോസുമായി പീഡനത്തിന് ശേഷമാണ്, ആ പീഡയ്ക്ക് ശേഷമാണ് ഈ സംഭവം നടക്കുന്നത്. അപ്പൊ അവിടെ പോയി ശമര്യയിൽ പോയി സുവിശേഷം അറിയിച്ചു. അവർ വിശ്വസിച്ചു. പക്ഷേ എന്നിട്ട് വിശ്വസിക്കുക മാത്രമല്ല, അവർ സ്നാനവും എന്ത് ചെയ്തു? അപ്പൊ ഞാൻ ഇത്രയും സമയം, അല്ലെങ്കിൽ നമ്മൾ ഇത്രയും സമയം ചിന്തിച്ച എന്താ? വിശ്വസിക്കുന്ന സമയത്ത് തന്നെ പരിശുദ്ധാത്മാവ് ലഭിക്കുന്നു. ഞാൻ എന്റെ അഭിപ്രായം പറഞ്ഞല്ല, തിരുവഴുത്തിൽ നിന്ന് പറഞ്ഞതാണ്. പിന്നെ അടുത്ത കാര്യങ്ങൾ ഞാൻ പറഞ്ഞു, ആത്മാദിവാസം ഇല്ലാത്ത ഒരൊറ്റ ആൾ പോലും ഇല്ല. പിന്നെ മറ്റൊരു കാര്യം കൂടെ ഞാൻ ഓർപ്പിച്ചു, നാം ഈ ആത്മാദിവാസം എന്ന് പറയുന്നത് രക്ഷിക്കപ്പെടുമ്പോഴാണ്. പിന്നെ അതിലൂടെ നമുക്ക് ദൈവത്തിന്റെ മക്കളാകാൻ സാധിക്കുന്നു, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള പല കാര്യം പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ പിന്നെ ഇവിടെ ഇതെന്തുകൊണ്ട് എന്ന ഒരു സംശയം സാധാരണ ഒരു വിശ്വാസിക്ക് ഉണ്ടാകാം. ആ കാര്യം ഈ ബന്ധത്തിൽ നമ്മൾ മനസ്സിലാക്കണം. ഞാൻ ലളിതമായിട്ട് ആ കാര്യം ഓർക്കുക. സാധാരണ ഏത് വ്യക്തിക്കും, എനിക്കും വായിച്ചപ്പോഴൊക്കെ ഉണ്ടായിട്ടുള്ള ഒരു സംശയം ഞാൻ ഓർക്കും. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സത്യം, ഈ പ്രവൃത്തിയുടെ പുസ്തകത്തെ കുറിച്ച് നമ്മൾ വായിക്കുമ്പോൾ, ഞാൻ നേരത്തെ ഒരു കൂട്ടരുടെ കാര്യം പറഞ്ഞില്ല, ഈ ഗേറ്റ് ചർച്ച് എന്ന് പറയുന്ന ഈ മിഡാക്സ് ഡിസ്പെൻസേഷൻ എന്ന് പറയുന്ന ഒരു വിഭാഗമുണ്ട് കോട്ടയത്തുള്ള ഈ സഭ. അവരൊക്കെ ഈ ബന്ധുക്കോസ് ചർച്ച് ബോർഡിലെ വലിയൊരു മനുഷ്യനായിരുന്നു അദ്ദേഹം. ദോഹ ഖത്തറിലായിരുന്ന വ്യക്തിയാണ് അദ്ദേഹം. പിന്നെ എന്ത് ചെയ്ത സഭയെന്ന് അവിടെ പാസ്റ്റേഴ്സ്, ആ സഭ എന്ത് ചെയ്ത് അദ്ദേഹത്തെ മുടക്കി അദ്ദേഹം ഇവിടെ പുതിയൊരു സഭ രൂപപ്പെട്ടതാണ് ഈ കോട്ടയത്തുള്ള മിഡാക്സ് ഡിസ്പെൻസേഷൻ അല്ലെങ്കിൽ ഗേറ്റ് ചർച്ച് എന്ന് പറയുന്നത്. അവരൊക്കെ ഈ പ്രവർത്തന പുസ്തകത്തിൽ നിന്നാണ് ഈ ഭാഗങ്ങളെല്ലാം എടുക്കുന്നത്. കഴിഞ്ഞ ദിവസം അദ്ദേഹം എടുത്ത ഒരു ഭാഗം ഞാൻ ഒരു ക്ലാസ് കേട്ടത്, ലുദിയ സ്നാനപ്പെട്ടു. പക്ഷേ അദ്ദേഹം പറഞ്ഞ ലുദിയ സ്നാനപ്പെട്ടതുമില്ല, ക്രിസ്ത്യ സ്നാനമല്ല ലുദിയ ഏറ്റത്. ലുദിയ ഏറ്റ സ്നാനം എന്ന് പറഞ്ഞാൽ ഈ സ്ത്രീകളുടെ ആർത്തവശുദ്ധിക്കുള്ള സ്നാനമാണ്. ഞാൻ ചോദിക്കട്ടെ, ദൈവദൂഷണം മനുഷ്യൻ എത്രമാത്രം പറയുന്നു. അതായത് ലുദിയ അവിടെ എവിടെയാ? ഈ പൗലോസും പിന്നാരാ? ബർന്നബാസും, പിന്നെ തിമോത്തിയോസ് ഉണ്ടായിരുന്നു, ഷീലാസ് ഉണ്ടായിരുന്നു, ലൂക്കോസും ഉണ്ടായിരുന്നു. 2 ചെറുപ്പക്കാരെ. ആരൊക്കെയാ? തിമോത്തിയോസും ഷീലാസും. പിന്നെ 2 പ്രായമുള്ള ആളാ, ലൂക്കോസ് അല്പം പ്രായമുള്ള ആളാന്ന് ചിന്തിച്ചു. ഇവര് 4 പേരുടെ ഫിലിപ്പിയിൽ ചെന്ന് അവര് സുവിശേഷം പറയാൻ വേണ്ടി ചെന്നതാണ്. എവിടെ ചെന്ന് അവരെ? അല്ല, പുഴക്കര അല്ലെ? പുഴക്കര ഒരു പ്രാർത്ഥനാസ്ഥലമുണ്ടോ അന്ന് അന്വേഷിച്ച് എവിടെ എത്തിയെന്നാ വൈകുന്നേരം. അവിടെ ചെന്നപ്പോ സ്ത്രീകൾ കുളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഞാൻ ചോദിക്കട്ടെ, ഇവിടെ ഇരിക്കുന്ന പാസ്റ്റേഴ്സ് ആയിട്ടുള്ള സഹോദരന്മാരുണ്ടല്ലോ, സുവിശേഷന്മാർ, ഉപദേശിമാർ, സ്ത്രീകൾ കുളിക്കുന്ന ഒരു സ്ഥലത്ത് നമ്മൾ അഥവാ ചെന്ന് പെട്ടാൽ നമ്മൾ ആ ചെന്ന് കുളിച്ചുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ അവിടെ ഇരിക്കുന്ന സ്ത്രീകളോട് സുവിശേഷം പറയുമോ? ഇന്നത്തെ കാലത്തായിരുന്നെങ്കിൽ സ്ത്രീകളുടെ കേസ് എടുത്തിരുന്നു. അപ്പൊ ഇദ്ദേഹം പറയുന്നത്, ഈ ഗേറ്റ് ചർച്ചുകാർ പറഞ്ഞതെന്താന്ന് വെച്ചാൽ, അവിടെ ഇവരെന്ത് ചെയ്യാ, ഇവരുടെ ശുദ്ധിക്ക് വേണ്ടി എന്ത് ചെയ്യാ, അവരുടെ മാസം മുറ ശുദ്ധിക്ക് വേണ്ടി വന്നതാണ്. ലേവ്യ പുസ്തകം 16-ാം അധ്യായത്തിൽ വായിക്കുന്നുണ്ടല്ലോ, സ്ത്രീകൾ ഋതുമതികളായ സ്ത്രീകൾ എന്ത് ചെയ്യണം. അങ്ങനെ ശുദ്ധിക്ക് വന്നപ്പോ എന്ത് ചെയ്തു? അവര് കുളിച്ചതാ, അല്ലാതെ എന്തല്ല. ഇങ്ങനെ അതിന് കാരണം ഈ അപ്പോസ്തല പ്രവൃത്തി എന്നാണ് ഈ വാക്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഈ അപ്പോസ്തല പ്രവൃത്തി എന്ന് പറയുന്നത് ഉപദേശത്തിന്റെ പുസ്തകമല്ല, ഇത് ചരിത്രമാണ്, ഒരു ട്രാൻസിഷണൽ പീരീഡാണ്.
കാരണം സഭ ആരംഭിക്കുക. കാരണം പെന്തക്കോസ്ത് നാളിലൊന്നുമല്ല അവിടെ അവർ പറയുന്നത്, നമ്മൾ ബ്രദുകാരോ പെന്തക്കോസ്റ്റോ ബാപ്റ്റിസ്റ്റോ ഇരിക്കുന്ന നമ്മളെല്ലാവരും വിശ്വസിക്കുന്നത് എന്നാ സഭ ആരംഭിച്ചത്? പെന്തക്കോസ്ത് നാളിൽ അല്ലേ? പെന്തക്കോസ്ത് നാളിൽ. പക്ഷെ അവർ പറയുന്നത് പെന്തക്കോസ്ത് നാളിൽ സഭ ആരംഭിച്ചില്ല. അപ്പോസ്തലപ്രവൃത്തി 9-ാം അധ്യായത്തിലാണ് അല്ലെങ്കിൽ 13-ലാണ് സഭ ആരംഭിച്ചത്. നിങ്ങൾ പോയി ഭൂലോക പോയി സകല സൃഷ്ടികളോട് സുവിശേഷം പ്രസംഗിക്കുക, വിശ്വസിക്കുന്നവരെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സ്നാനപ്പെടുത്തി ഞാൻ നിങ്ങളോട് കൽപ്പിച്ച എല്ലാം ഉപദേശിച്ചുകൊണ്ട് അവരെ എന്റെ ശിഷ്യന്മാരാകുക. ആരോട് പറഞ്ഞു കൽപ്പനയാണ്? നമ്മളത് അനുസരിക്കണോ? നമ്മൾ സ്നാനപ്പെടണോ? പക്ഷെ അവർ പറഞ്ഞല്ല, ഇതൊന്നും നമ്മളെ സ്നാനപ്പെടണം. ഈ ബ്രദുകാരും ബന്ധുക്കൂസുകാരും ഒക്കെ തെറ്റിപ്പോയി. ബാപ്റ്റിസ്റ്റും 99% ക്രൈസ്തവരും എന്ത് ചെയ്തു? തെറ്റിപ്പോയി. അവരെല്ലാം നരകത്തിൽ പോകും. നമ്മൾ ഇവിടെ നമ്മളെല്ലാവരും നരകത്തിൽ പോകും. ഗേറ്റുകാർ മാത്രമേ ഉള്ളൂ. അപ്പൊ ഇവരെടുക്കുന്ന ഭാഗം ഈ അപ്പോസ്തലപ്രവൃത്തി. അപ്പൊ പ്രവർത്തിയുടെ പുസ്തകത്തിൽ നിന്ന് നാം ഒരിക്കലും എന്ത് ചെയ്യുന്നത്? ഉപദേശം എടുക്കരുത്. ഇത് ചരിത്രം. വെളിപാട് പുസ്തകത്തിൽ നിന്ന് എടുക്കരുത്, പഴയ നിയമത്തിൽ നിന്ന് എടുക്കരുത്. ഓക്കെ, ഇനിയും നമ്മൾ വായിക്കേണ്ടത് ഇവിടെ എന്തുകൊണ്ടാണ് എന്നുള്ളത് ഞാൻ ഉറപ്പിക്കാം. ഇവർ രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു എന്നിരുന്നിട്ടും ഇവർക്ക് എന്തില്ല? പരിശുദ്ധാത്മാവ്. ഈ ശമര്യരാരാ? ശമര്യ ജാതി ആരാന്ന് നമുക്കറിയാം. ആ സമ്മിശ്ര ജാതിയ, അതായത് യഹൂദരും അസീറിയക്കാരോടെ ചേർന്നുള്ള ഒരു സങ്കര വർഗമാണ്, ജാതിയാണ്. ആരെ? പകുതി യഹൂദരും പകുതി ജാതി. അതാണ് ഈ ശമര്യർ എന്നുള്ളത്. നമ്മളെ യോഹന്നാന്റെ സുവിശേഷത്തിൽ ചെല്ലുമ്പോഴേ ഈ ശമര്യരും യഹൂദരും തമ്മിലുള്ള വ്യത്യാസം ശമര്യശ്രീയുടെ ആ ബന്ധത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട് അല്ലേ? അവൾ പറഞ്ഞ വാക്കെന്താ? നീ ഒരു യഹൂദനായിരിക്കെ ശമരിക്കാത്തിയായ എന്നോട് വെള്ളം ചോദിക്കുന്നു. നമുക്ക് തമ്മിൽ എന്തില്ല? സമ്പർക്കമില്ല. ശമര്യർക്ക് ഒരു ആരാധനാലയമുണ്ട്, ഗെരിസീം എന്ന് പറയുന്ന മലയിലാണ്. യഹൂദന്മാരുടെ ആരാധനാലയം ഇരിക്കുന്നത് എവിടെയാ? ജെറുസലേമിലാണ്. അവിടെ ഈ ആരാധനാ സ്ഥലത്ത് ആ പള്ളിയോട് ചേർന്ന് തന്നെ വിഗ്രഹങ്ങൾ ഉണ്ടായിരുന്നു. യഹൂദനെ സംബന്ധിച്ച് ഒരൊറ്റ വിഗ്രഹവും അവന് പാടില്ല. അവരേക സത്യവിശ്വാസം. അപ്പൊ ആ ഒരു സമൂഹം യേശുക്രിസ്തുവിന്റെ കാലഘട്ടത്തിന്റെ അതിൽപ്പെട്ട ഒരു സ്ത്രീയാണ് ഈ യോഹന്നാൻ സുവിശേഷം 4-ാം അധ്യായത്തിൽ കർത്താവിനെ കാണാൻ വേണ്ടി വന്നത്. അതുപോലെ വെള്ളം കോരാൻ വേണ്ടി വന്നത്. മറ്റൊരു സന്ദർഭം നമ്മൾ വായിക്കുന്നത് ലൂക്കോസ് സുവിശേഷം 9-ാം അധ്യായം 53-ാമത്തെ വാക്യത്തിൽ കർത്താവ് ഈ പെസഹ ഒരുക്കുവാൻ വേണ്ടി, അല്ലെങ്കിൽ കർത്താവിന്റെ മരണത്തിന് മുമ്പേ ഒരു വിരുന്നൊരുക്കാൻ വേണ്ടി ഒരു മാളിക മുറി അന്വേഷിച്ചു, ഒരു സ്ഥലം അന്വേഷിച്ച് ശിഷ്യന്മാരെ അയച്ചു. ശമര്യർ ചെയ്യുന്ന അത് ചെയ്യണം എന്നാണ് കർത്താവ് ആഗ്രഹിച്ചത്. പക്ഷെ അവിടെ ചെന്നപ്പോൾ ശമര്യർ സമ്മതിച്ചില്ല, അവിടെ സ്ഥലം കൊടുത്തില്ല. എന്താ കാരണം? യേശുക്രിസ്തു ഇത് കഴിഞ്ഞിട്ട് നേരെ എങ്ങോട്ടാ പോകുന്നത്? യെരുശലേമിലേക്കാണ് പോകുന്നത്. അവൻ യെരുശലേമിലേക്ക് പോകുന്നത് കൊണ്ട് കർത്താവിന് അവിടെ സ്ഥലം അവരെ കൊടുത്തില്ല. ഉടനെ ഈ ശിഷ്യന്മാർ വന്നിട്ട് പറഞ്ഞു, കർത്താവെ ഒരു കാര്യം ചെയ്യുക, ഏലിയാവ് ചെയ്തതുപോലെ എന്ത് ചെയ്യുക? ആകാശത്തും തീ ഇറക്കി ഇവരെ നശിപ്പിക്കാം. അപ്പൊ അത്രമാത്രം യഹൂദന്മാരും ശമര്യരും തമ്മിലുള്ള ആ വ്യത്യസ്തത അല്ലെങ്കിൽ വേറുകൃത്യം, ജാതി സ്പർദ്ധ ആ കാലത്തുണ്ടായിരുന്നു. ഞാൻ ചോദിക്കട്ടെ, ഇന്ന് ക്രിസ്തീയ സഭകളിൽ ആ ജാതി സ്പർദ്ധയില്ലേ? ഇന്നുമില്ല. ഇന്ന് ഈ 21-ാമത്തെ നൂറ്റാണ്ടിൽ പല വേർപെട്ട സഭകളിൽ പോലും ഈ ജാതീയത ഇന്നും സ്പഷ്ടമായിട്ടല്ലെങ്കിൽ പോലും പല സ്ഥലങ്ങളിൽ നിലനിൽക്കുന്നു. യഹൂദനും ഈ ശമര്യനും തമ്മിൽ പ്രജാതികൾ. അതുകൊണ്ടാണ് 10-ാം അധ്യായത്തിൽ ഈ കൊർന്നല്യോസിന്റെ ഭവനത്തിലേക്ക് സുവിശേഷം അയക്കാൻ വേണ്ടി പത്രോസിനെ അയക്കേണ്ടി വന്നപ്പോൾ പത്രോസ് ഈ ദർശനം കണ്ടത് അതുകൊണ്ടാണ്. അതുപോലെ ഈ കൊർന്നല്യോസിനെ ദൈവത്തിന്റെ ദൂതൻ പ്രത്യക്ഷപ്പെട്ട് ആ ദർശനം നൽകിയത് അതുകൊണ്ടാണ്. കാരണം ജാതികളും യഹൂദരും തമ്മിലുള്ള ബന്ധം, അതായത് ആ ബന്ധം കർത്താവിന്റെ ക്രൂശുമരണത്തോടുകൂടി അവസാനിച്ചു. എല്ലാവരും ക്രിസ്തുവിൽ ഒന്നാണ്, ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന എല്ലാവരും ഒന്നാണ് എന്നുള്ള ആ സത്യം അവരെ ബോധ്യപ്പെടുത്തുക. അല്ലെങ്കിൽ ക്രൂശ് എല്ലാവരും ഒന്നിപ്പിച്ചു. ആ ക്രൂശിൽ ഈ ലിഖിതം ഉണ്ടായിരുന്നു. ഏതൊക്കെ ഭാഷയിലുണ്ടായിരുന്നു? 3. റോമാ ഭാഷയിലുണ്ടായിരുന്നു, പിന്നെ എബ്രായ ഭാഷ ഉണ്ടായിരുന്നു, പിന്നെ യവന ഭാഷ. കാരണം ഇത് അന്ന് ആ കാലഘട്ടത്തിൽ ലോകത്തിലുണ്ടായിരുന്ന പ്രബലമായ 3 ജാതികളുണ്ടായിരുന്നു. ആ ജാതിയെയാണ്, ആ 3 കൂട്ടരെ നമ്മൾ ഫിലിപ്പി സഭയിലും കാണുന്നത്. ഫിലിപ്പിലെ കാരാഗ്രഹമാണ് ഈ റോമക്കാരന്. അതുപോലെ വെളിച്ചപ്പാടത്തി യവനസ്ത്രീയ, ജാതീയസ്ത്രീയ, ലുദിയ, യഹൂദസ്ത്രീയ. ക്രിസ്തുവിൽ എന്ത് ചെയ്തു? ഈ ജാതി വ്യവസ്ഥ ഇല്ലായ്മയായി. ക്രിസ്തുവിൽ വിശ്വസിക്കുമ്പോൾ ഈ ജാതിയെ തുടച്ചു മാറ്റപ്പെടുക.
ഞാൻ ചോദിക്കട്ടെ, ഇത്രയും സത്യങ്ങൾ നമുക്ക് വെളിപ്പെട്ട ഈ കാലഘട്ടത്തിൽ പോലും ജാതിത നിലനിൽക്കുന്നെങ്കിൽ ആ കാലഘട്ടത്തിന്റെ പ്രത്യേകത എന്താ? അപ്പൊ ഇവിടെ ഈ ശമര്യർ എന്ത് ചെയ്തു? രക്ഷിക്കപ്പെട്ടു, ദൈവത്തിനെ കൈക്കൊണ്ടു, സ്നാനപ്പെട്ടു, പക്ഷെ അവർക്ക് ആത്മാവിൽ നൽകില്ല. അവസാനം ആര് വന്നു? പത്രോസും യോഹന്നാനും യെരുശലേമിൽ നിന്നും ഇവിടെ വരിക, ഈ ശമര്യയിലേക്ക് വരിക. അവിടെ വന്ന് പിന്നീടാണ് നമ്മൾ വായിച്ചത്, എന്ത് ചെയ്യും? അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു, അവിടെ മേൽ കൈവച്ചപ്പോഴും എന്ത് ചെയ്തു? പരിശുദ്ധാത്മാവെ അവർക്ക് ഒരു അടയാളത്തോടു കൂടെ എന്ത് ചെയ്യുക? പരിശുദ്ധാത്മാവിനെ ലഭിച്ചു. മറ്റൊരു കാര്യം കൂടെ ശ്രദ്ധിക്കേണ്ടത്, അവിടെ ദൃശ്യമായ ഒരു അടയാളം ഉണ്ടായിരുന്നു. ആത്മാവ് ലഭിച്ച സമയത്തെ ദൃശ്യമായ ഒരു അടയാളം അവിടെ ഉണ്ടായിരുന്നു. ഈ അടയാളം ഉണ്ടായിരുന്നതുകൊണ്ടാണ് ശീമോൻ ദ്രവ്യം കൊണ്ടുവന്നത്. കാരണം ഒരുത്തന്റെ തലയിൽ കൈവച്ചാൽ അല്ലെങ്കിൽ അവരുടെ പ്രാർത്ഥിച്ചാൽ ആത്മാവ് ലഭിക്കുന്നത് കണ്ടപ്പോൾ ശീമോൻ പത്രോസിന്റെ അടുക്കൽ ദ്രവ്യം കൊണ്ടില്ല. എന്ന് പറഞ്ഞാൽ ഒരടയാളം അവിടെ ഉണ്ടാകാനുള്ള ആവശ്യകത എന്തായിരുന്നു? അവിടെ നിലനിൽക്കുന്ന ജാതീയതയാണ്. കാരണം ഇല്ലായിരുന്നുവെങ്കിൽ ഇവർ വിശ്വസിക്കും, ഇവർക്ക് ആത്മാവ് ലഭിക്കും. പക്ഷേ അന്ന് ഒരു ശമരിയ ക്രിസ്തീയ സഭയും യെരുശലേമിൽ ഒരു യഹൂദ ക്രിസ്തീയ സഭയുമുണ്ട്. ഈ ജാതീയത ഇല്ലാതാക്കാൻ വേണ്ടി ദൈവം നൽകിയ അല്ലെങ്കിൽ ദൈവം കണ്ടെത്തിയ ഒരു മാർഗമായിരുന്നു ഏത്? ഈ സംഭവം. കാരണം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒരു ചരിത്രത്തിലെ സംഭവത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരിക്കലും ഒരു ഉപദേശവും എന്ത് ചെയ്യരുത്? നാം ചെയ്യുന്നത്. ജീവിതത്തിൽ ധാരാളം സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ആ സംഭവത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരു ആത്മീയ സത്യം അല്ലെങ്കിൽ ആത്മീയ സത്യമല്ല, ഒരു ഉപദേശ സത്യം നമുക്ക് ഒരിക്കലും തെളിയിക്കുവാൻ കഴിയുന്നതല്ല. ഉദാഹരണം പറഞ്ഞാൽ, ഏലിയാവെ ദൈവം എന്ത് ചെയ്തു? അവനെ ചൂരച്ചെടിയുടെ ഒരു കിരീത്തോട്ടിലേക്ക് അയച്ചു. ആ കിരീത്തോട്ട് നീ വെള്ളം കുടിച്ചു കൊള്ളണം, പക്ഷെ നിനക്ക് അപ്പവും ഇറച്ചിയും ആരോട് തരും? അപ്പൊ ഇന്ന് ഒരു കാര്യം ചെയ്താൽ മതി, ഏലിയാവിന് ദൈവം അപ്പവും ഇറച്ചിയും കൊണ്ട് കൊടുത്തു. അതുകൊണ്ട് ഇന്ന് എനിക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നാൽ ഞാൻ എന്ത് ചെയ്യണം? ഇവിടെ അടുത്തുള്ള തോട്ടിന്റെ കരയെ പോയി കാത്തിരുന്നാൽ മതി. കാരണം ദൈവം പ്രവർത്തിച്ചല്ലോ. ദൈവം ചരിത്രത്തിൽ ചെയ്ത കാര്യമില്ലേ? എത്രയോ അത്ഭുതങ്ങൾ ഇവിടെ നമ്മൾ വായിക്കുന്നുണ്ട്. ഈ അത്ഭുതമൊന്നും എന്തിയില്ല? ആവർത്തിക്കപ്പെടില്ല. മറ്റൊരു കാര്യം കൂടെ ഞാൻ ഓർപ്പിക്കാം. ഈ കൽപ്പന നൽകി, 10 കൽപ്പന നൽകി. 10 കൽപ്പന 2 തവണ നൽകേണ്ടി വന്നു. ശരിയാണോ? ആദ്യം നൽകി, രണ്ടാമത് ആദ്യത്തെ കൽപ്പന പൊട്ടിച്ചു കളഞ്ഞു. ആ 2 കൽപ്പന നൽകിയ സന്ദർഭം നിങ്ങളത് പിന്നീട് നോക്കിയേ, അതിലൊത്തിരി വ്യത്യാസം. ആദ്യം കൽപ്പന നൽകിയപ്പോഴുണ്ടായ ആ പ്രത്യേകതകൾ അല്ലെങ്കിൽ ആ സംഭവങ്ങൾ രണ്ടാമത് കൽപ്പന നൽകുന്ന സന്ദർഭത്തിൽ ആവർത്തിച്ചില്ല. എന്ന് പറഞ്ഞാൽ ചരിത്രത്തിൽ നടന്ന സംഭവങ്ങൾ ഒരിക്കലും ഒരു ഉപദേശത്തിന്റെ അടിസ്ഥാനമായി സ്വീകരിക്കാനുള്ള അനുവാദം നമുക്കില്ല. പക്ഷെ ഉപദേശപരമായിട്ട് റോമാലേഖനം മുതൽ യൂദ വരെയുള്ള ആ ലേഖനങ്ങളിൽ നമുക്ക് നൽകിയിട്ടുള്ള ഉപദേശ സത്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് നാം എന്ത് ചെയ്യേണ്ടത്? ഉപദേശങ്ങൾ ചെയ്യുക. അപ്പൊ ഇത് സ്വാഭാവികമായും ധാരാളം ആൾക്കാരെ ഈ ആശങ്കയിലാക്കുന്ന അല്ലെങ്കിൽ സംശയത്തിൽ ആക്കുന്ന ഒരു കാര്യമാണ്. ഇത് നിങ്ങൾക്ക് മനസ്സിലായെങ്കിൽ മനസ്സിലായെന്ന് പറയാ, ഇല്ലെങ്കിൽ ഞാൻ വേണേ കുറച്ചുകൂടെ വിശദീകരിക്കാം. ഓക്കെ, ഇനി നമ്മളെ പഠിക്കാൻ പോകുന്നത്, അപ്പൊ ഒന്ന് ആത്മാധിവാസത്തെ കുറിച്ച് നമ്മൾ ചിന്തിച്ചു. രണ്ടാമത്തെ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് നമ്മൾ ഇനി ചിന്തിക്കേണ്ടത്, പരിശുദ്ധാത്മ സ്നാനം. പരിശുദ്ധാത്മ സ്നാനം, പരിശുദ്ധാത്മാവെ ഒരു വിശ്വാസി ചെയ്യുന്ന വളരെ പ്രധാനപ്പെട്ട ചില പ്രവൃത്തികളാണ്. അതിൽ ഒന്നാണ് നമ്മൾ ആത്മാധിവാസം. രണ്ടാമത് നമ്മളെ ചിന്തിക്കുന്നത് പരിശുദ്ധാത്മ സ്നാനം. പരിശുദ്ധാത്മ സ്നാനം, നമുക്ക് ചില വാക്യങ്ങളെ ആ ബന്ധത്തില് നമുക്കൊന്ന് വായിക്കാം. പരിശുദ്ധാത്മ സ്നാനത്തെ കുറിച്ച് ബൈബിളിൽ പറഞ്ഞിട്ടുള്ള വാക്യങ്ങൾ. അതിനു മുമ്പേ ഞാൻ ഒരു കാര്യം കൂടെ ഈ ബന്ധത്തില് ഓർപ്പിക്കാം. ഈ ആത്മാധിവാസം പഴയ നിയമത്തിൽ ഉണ്ടായിരുന്നോ? ഉണ്ടായിരുന്നു. ഓക്കെ ഓക്കെ, പുതിയ നിയമത്തിലും പഴയ നിയമത്തിലും ആത്മാധിവാസമുണ്ട്. എന്നാൽ പരിശുദ്ധാത്മ സ്നാനം പഴയ നിയമത്തിൽ ഇല്ലായിരുന്നു. പരിശുദ്ധാത്മ സ്നാനം പഴയ നിയമത്തിൽ ഇല്ലായിരുന്നു. പുതിയ നിയമത്തിൽ മാത്രമുള്ള ഒരു ആത്മീയ സത്യമാണ് പരിശുദ്ധാത്മ സ്നാനം എന്നുള്ളത്. നമുക്ക് മത്തായിയുടെ സുവിശേഷം അതിന്റെ 3-ാം അധ്യായം നോക്കിയേ. മത്തായിയുടെ സുവിശേഷം 3-ാം അധ്യായം അതിന്റെ 11-ാമത്തെ വാക്യം. ഞാൻ നിങ്ങളെ മാനസാന്തരത്തിനായി വെള്ളത്തിൽ സ്നാനം ഏൽപ്പിക്കുന്നതേ ഉള്ളൂ. എന്റെ പിന്നാലെ വരുന്നവനോ
എന്നേക്കാൾ ബലവാനാകുന്നു. അവന്റെ ചെരുപ്പ് ചുമപ്പാൻ ഞാൻ മതിയായവനല്ല. അവൻ നിങ്ങളെ പരിശുദ്ധാത്മാവിനാലും തീയാലും സ്നാനം ഓക്കെ, പരിശുദ്ധാത്മാവിനാലും തീയാലും സ്നാനം ഏൽപ്പിക്കും. ആത്മസ്നാനവും അഗ്നി സ്നാനവും. മർക്കോസ് സുവിശേഷം 1-ാം അധ്യായം. അഗ്നി സ്നാനത്തെ കുറിച്ച് ഞാൻ പിന്നീട് പറയാം. രണ്ടാമത് നമ്മളെ വായിക്കുന്നത് മർക്കോസ് സുവിശേഷം അതിന്റെ 1-ാം അധ്യായം അതിന്റെ 8-ാമത്തെ വാക്യമാണ്. മർക്കോസ് സുവിശേഷം 1-ന്റെ 8-ാമത്തെ വാക്യം. ഞാൻ നിങ്ങളെ വെള്ളത്തിൽ സ്നാനം കഴിപ്പിക്കുന്നു, അവനോ എന്ന് അവൻ പ്രസംഗിച്ച് പറഞ്ഞു. ഇനി നമുക്ക് ലൂക്കോസ് സുവിശേഷം നോക്കാം. 3-ാം അധ്യായത്തിന്റെ 16-ാമത്തെ വാക്യം. ലൂക്കോസ് 3-ന്റെ 16-ാമത്തെ വാക്യം. ലൂക്കോസ് 3-ന്റെ 16. പരിശുദ്ധാത്മാവ് കൊണ്ടും തീ കൊണ്ടും സ്നാനം കഴിപ്പിക്കും. ഒരു വാക്യം കൂടെ യോഹന്നാന്റെ സുവിശേഷത്തിന് ഒരു വാക്യം കൂടെ. 1-ാം അധ്യായത്തിന്റെ 33-ാമത്തെ വാക്യം. 1-ന്റെ 33-ാമത്തെ വാക്യം. 1-ന്റെ 31. ഞാനോ അവനെ അറിഞ്ഞില്ല, എങ്കിലും വെള്ളത്തിൽ സ്നാനം കഴിപ്പിക്കാൻ എന്നെ അയച്ചവൻ എന്നോട് ആരുടെ മേൽ ആത്മാവ് ഇറങ്ങുന്നതും വസിക്കുന്നതും നീ കാണുന്നുവോ, അവൻ പരിശുദ്ധാത്മാവിൽ സ്നാനം കഴിപ്പിക്കുന്നവൻ ആകുന്നു എന്ന് പറഞ്ഞു. ഓക്കെ, 4 വാക്യങ്ങൾ നമ്മൾ വായിച്ചു അല്ലേ? എവിടുന്ന് വായിച്ചേ? സുവിശേഷം 1, 3-ന്റെ 16 അല്ലേ? 3-ന്റെ 16 അല്ലേ? 3-ന്റെ 11. പിന്നീട് വായിച്ചത് എവിടുന്ന? മർക്കോസിന്റെ സുവിശേഷം 1-ന്റെ 8-ാമത്തെ വാക്യം. പിന്നെ ലൂക്കോസ് 3-ന്റെ 16. പിന്നെ യോഹന്നാൻ 1-ന്റെ 33-ാമത്തെ വാക്യം. അപ്പൊ ഈ 4 വാക്യങ്ങൾ ആര് പറഞ്ഞതാ? സ്നാപക യോഹന്നാൻ പറഞ്ഞതാ. എപ്പോഴും ആത്മസ്നാനം നടക്കുന്ന പറഞ്ഞത് അല്ലേ? അല്ലെങ്കിൽ ഏത് കാലത്താ? ഏത് നടന്നുകൊണ്ടിരിക്കുന്നു എന്നാണ് പറഞ്ഞത്? നടന്നിരുന്നു എന്നാണ് പറയുന്നത്? നടക്കുമെന്നാണ് പറയുന്നത്? ഞാൻ നിങ്ങളെ വെള്ളത്തിൽ സ്നാനം കഴിപ്പിക്കുന്നു, പക്ഷെ എന്റെ പിന്നാലെ വരുന്നവൻ എന്ത് ചെയ്യും? അവൻ നിങ്ങളെ പരിശുദ്ധാത്മാവിൽ സ്നാനം കഴിപ്പിക്കും. അത് എന്ന് പറഞ്ഞാൽ അതുവരെ എന്ത് നടന്നിട്ടില്ല? ആത്മസ്നാനം നടന്നിട്ടില്ല. അപ്പൊ 4 വാക്യങ്ങൾ സുവിശേഷങ്ങളിൽ 4 വാക്യങ്ങൾ ഭാവി കാല രൂപത്തിൽ ആര് പറഞ്ഞു? സ്നാപക യോഹന്നാൻ പറഞ്ഞു. ഇനി നമുക്ക് പ്രവൃത്തിയുടെ പുസ്തകത്തിലേക്ക് പോകാം. 1-ാം അധ്യായം. പ്രവൃത്തികളുടെ പുസ്തകം അപ്പോസ്തല പ്രവൃത്തി 1-ാം അധ്യായം അതിന്റെ 5-ാമത്തെ വാക്യം. പ്രവൃത്തിയുടെ പുസ്തകം 1-ാം അധ്യായം അതിന്റെ 5-ാമത്തെ വാക്യം. യോഹന്നാൻ വെള്ളം കൊണ്ട് സ്നാനം കഴിപ്പിച്ചു, നിങ്ങൾക്കോ ഇനി ഏറെ നാൾ കഴിയും മുമ്പേ പരിശുദ്ധാത്മാവ് കൊണ്ട് സ്നാനം ലഭിക്കും എന്ന് കൽപ്പിച്ചു. ഇത് ആര് പറഞ്ഞ വാക്യമാണ്? നിങ്ങൾക്കോ ഇനി ഏറെ നാൾ കഴിയും മുമ്പേ പരിശുദ്ധാത്മാവ് കൊണ്ട് സ്നാനം ലഭിക്കും എന്ന് കൽപ്പിച്ചു. പൗലോസാണോ? അപ്പോസ്തല പ്രവൃത്തി 1-ാം അധ്യായത്തിന്റെ 5-ാമത്തെ വാക്യം ഞാൻ പറയാം. 4-ാം വാക്യം നോക്കിയേ. അങ്ങനെ അവൻ അവരുമായി കൂടിയിരിക്കുമ്പോൾ അവരോട് നിങ്ങൾ യെരൂശലേമിൽ നിന്ന് വാങ്ങിപ്പോകാതെ എന്നോട് കേട്ട യേശുക്രിസ്തു പറഞ്ഞത് എവിടെ വെച്ച് പറഞ്ഞതാ? ഒലിവ് മലയിൽ വെച്ച് പറഞ്ഞതാ. സ്വർഗാരോഹണത്തിന്റെ തൊട്ട് മുൻപ് പറഞ്ഞ വാക്യം. എത്ര നാൾ കഴിയുമ്പോഴാ ഈ ആത്മസ്നാനം? എത്ര നാൾ കഴിയുമ്പോൾ കിട്ടും? അവിടെ ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ടേ, ഏറെ നാൾ കഴിയുമ്പോ. പക്ഷേ യോഹന്നാൻ സ്നാപകൻ അങ്ങനെ നാളിനെ കുറിച്ച് വല്ലതും പറഞ്ഞോ? ഇല്ല. ചില വർഷം കഴിഞ്ഞ് നിങ്ങൾക്ക് പരിശുദ്ധാത്മാവിന്റെ സ്നാനം കിട്ടും എന്നാണ് പറഞ്ഞത്. ഏറെ നാൾ അല്ലെങ്കിൽ ചില ദിവസങ്ങൾക്ക് ഉള്ളിൽ നിങ്ങൾക്ക് പരിശുദ്ധാത്മാവ് കൊണ്ട് സ്നാനം ലഭിക്കും. ഇത് യേശുക്രിസ്തു പറഞ്ഞതാണ്. അപ്പൊ ഈ വാക്യം വായിക്കുമ്പോൾ യോഹന്നാന്റെ ആ പ്രസ്താവന, അത് ആത്മസ്നാനത്തെ കുറിച്ചുള്ള പ്രസ്താവന കേൾക്കുമ്പോൾ നമുക്ക് എന്നാണ് ആത്മസ്നാനം ലഭിക്കുന്നത് എന്നുള്ള സമയത്തെക്കുറിച്ച് ധാരണയില്ല. അത് ഭാവിയിലാണെന്ന് മാത്രമല്ല. പക്ഷെ യേശുക്രിസ്തു ഇത് പറയുമ്പോൾ നമുക്കൊരു ധാരണ ഉണ്ടാകുന്നു. സമയത്തെ സംബന്ധിച്ച് എന്താ ഉണ്ടാകുന്നത്? അധികം ദിവസം കഴിയുന്ന മുമ്പ് തന്നെ ഏറെ നാൾ അടുത്ത ദിവസങ്ങളിൽ തന്നെ എന്ത് ലഭിക്കും? ആത്മസ്നാനം ലഭിക്കും. ഓക്കെ, ഇനിയും 11-ാം അധ്യായത്തിലേക്ക് പോവാം. 11-ാം അധ്യായം 16-ാമത്തെ വാക്യം. 11-ന്റെ 16. അപ്പോസ്തല പ്രവൃത്തി 11-ന്റെ 16-ാമത്തെ വാക്യം. അപ്പോൾ ഞാൻ യോഹന്നാൻ വെള്ളം കൊണ്ട് സ്നാനം കഴിപ്പിച്ചു, നിങ്ങൾക്കോ പരിശുദ്ധാത്മാവ് കൊണ്ട് സ്നാനം ലഭിക്കും എന്ന് കർത്താവ് പറഞ്ഞ വാക്ക് ഓർത്തു. 11-ന്റെ 16-ാമത്തെ വാക്യം. ഈ വാക്യം വായിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ വരുന്ന ചിന്ത എന്താ? നിങ്ങൾക്ക് ഇതിൽ നിന്ന് എന്താ മനസ്സിലായത്? അല്ലെങ്കിൽ നമുക്ക് എന്ത് മനസ്സിലാകുന്നു? അപ്പോൾ ഞാൻ ഈ സംഭവം, അതായത് ഇതിന്റെ പശ്ചാത്തലം ഞാൻ പറയാം.
10-ാം അധ്യായത്തിലെ സംഭവമാണ്. 10-ാം അധ്യായത്തിൽ യോപ്പയിൽ വെച്ച് പത്രോസിന് ദർശനമുണ്ടായി, അല്ലെ? തോൽക്കൊല്ലനായ ശീമോന്റെ വീട്ടിലിരിക്കുമ്പോൾ ആര് വന്നു? ചില പുരുഷന്മാർ, 3 പുരുഷന്മാർ പത്രോസിനെ അന്വേഷിച്ച് എവിടെ വന്നു? യോപ്പയിൽ തോൽക്കൊല്ലനായ ശീമോന്റെ വീട്ടിൽ വന്നു. എന്നിട്ട് അവർ വന്ന് പറഞ്ഞു, ഞങ്ങളുടെ യജമാനൻ എന്ത് ചെയ്തു? കൊർന്നല്യോസ് ഒരു ദർശനമുണ്ടായി, പത്രോസിനെ വിളിച്ച് നീ നിന്റെ കുടുംബമൊക്കെ രക്ഷിക്കപ്പെടാനുള്ള വചനം പ്രസംഗിക്കാൻ വേണ്ടി ദൈവത്തിന്റെ ദൂതൻ പറഞ്ഞു, അതുകൊണ്ട് നിന്നെ കൊണ്ടുപോകാൻ വേണ്ടി വന്നതാണ്. അങ്ങനെ പത്രോസും പിന്നെ ചില യഹൂദ മതത്തിൽ നിന്ന് വിശ്വാസത്തിലേക്ക് വന്ന യഹൂദ ക്രിസ്ത്യാനികളായ ചില സഹോദരന്മാരും എങ്ങോട്ട് പോയി? കൊർന്നല്യോസിന്റെ വീട്ടിലേക്ക്, കൈസരിലേക്ക് ചെന്നു. അവിടെ ചെന്ന് പത്രോസ് എന്ത് ചെയ്തു? പ്രസംഗിക്കാൻ തുടങ്ങി. അപ്പൊ പ്രസംഗിക്കാൻ ഒരു കാര്യം ഓർക്കണം, പത്രോസ് നേരത്തെ ഒരു കാര്യം പറഞ്ഞായിരുന്നു, കർത്താവെ മലിനമോ അശുദ്ധമോ ആയതൊന്നും എന്ത് ചെയ്യില്ല. ആരാ ഈ മലിനൻ? ഈ കൊർന്നല്യോസും ഈ ശമര്യസിയും ഒക്കെ യഹൂദനെ സംബന്ധിച്ച്, പത്രോസിനെ സംബന്ധിച്ച് ആരാ? മലിനനാ, അശുദ്ധനാ. അവിടെ പറമ്പിലെങ്ങാനും ചെന്നാൽ അതിൽ കൂടെ പോയി കഴിഞ്ഞാൽ എന്ത് ചെയ്യും? വീട്ടിൽ വരുമ്പോൾ കാല് കഴിയിട്ടേ വരുള്ളൂ. തീണ്ടലും തുടലും നമ്മുടെ കേരളത്തിലുണ്ടായിരുന്നു. ഇവിടെ ഉണ്ടായിരുന്ന ശൂദ്ര കുപ്പെന്ന് പറയാൻ പറ്റില്ലായിരുന്നു പറയുന്നത്, കേട്ടുണ്ടോ? വിദ്യാഭ്യാസം ചെയ്യാൻ പറ്റില്ലായിരുന്നു. ലോകത്തിൽ ഏറ്റവും അധികം ജാതീയത ഉണ്ടായിരുന്ന ഒരു സമൂഹമായിരുന്നു യഹൂദ സമൂഹം. അവരുടെ പ്രതിനിധിയാണ് ഈ പത്രോസ്. ആ സഹോദരന്മാരാണ് ഇപ്പോൾ പുറജാതികളുടെ, നായ്ക്കളുടെ, കർത്താവ് പറഞ്ഞല്ലോ മത്തായിയുടെ സുവിശേഷം 10:5 വാക്യത്തിൽ പറഞ്ഞല്ലോ, ഈ സുവിശേഷം നിങ്ങൾ എങ്ങോട്ട് പോരുതേ? ഇസ്രയേലിനെ കാണാതെ പോയ ആടുകളുടെ ഇടയിലേക്ക് മാത്രമേ പോകാവൂ. ആ കനാനി സ്ത്രീ വന്ന് പറഞ്ഞപ്പോൾ മക്കളുടെ അപ്പം എടുത്ത്, അങ്ങനെ ഒരു സമൂഹമായിരുന്നു അത്. ആ സമൂഹത്തിൽ നിന്നുള്ള നേതാവായ പത്രോസാണ് ഈ പുറജാതിക്കാരന്റെ വീട്ടിൽ ചെല്ലുന്നത്. അവിടെ ചെന്ന് സുവിശേഷമൊക്കെ പറഞ്ഞു. നമ്മളവിടെ വായിക്കുന്നത് 10:44 വാക്യത്തിൽ വായിക്കുന്നത്, പത്രോസ് കൊണ്ട് സുവിശേഷം പ്രസംഗിച്ചു തുടങ്ങി. അടുത്ത വാക്ക് നമ്മൾ വായിക്കുന്നത്, ഈ വാക്കുകളെ പത്രോസ് പ്രസ്താവിക്കുമ്പോൾ തന്നെ വചനം കേട്ട എല്ലാവരുടെ മേലും പരിശുദ്ധാത്മാവ് വന്നു. അപ്പൊ ദൈവവചനം ഇവർ കേട്ടുകൊണ്ടിരുന്നപ്പോൾ, ഞാൻ ഓർപ്പിച്ചല്ലോ, രക്ഷിക്കപ്പെടുന്ന അതേ നിമിഷത്തിൽ പരിശുദ്ധാത്മാവ് ലഭിക്കുന്നു. ഏറ്റവും പ്രകടമായ ഒരു സത്യം. അതിന്റെ അടിസ്ഥാനത്തിൽ ഒന്നുമല്ല ഉപദേശം ചെയ്തിരിക്കുന്നത്. ആത്മാവ് ലഭിക്കുന്നത് രക്ഷിക്കപ്പെടുമ്പോഴാണെന്ന് പറയാൻ വേണ്ടി ഒരിക്കലും അപ്പോസ്തലപ്രവൃത്തി 10:44 എടുക്കുന്നത്. ധാരാളം വാക്യങ്ങൾ മറ്റ് ലേഖനങ്ങളിൽ നിന്ന് എടുത്താണ് നമ്മൾ പറയുന്നത്. പക്ഷെ അവിടെ നമ്മൾ വായിക്കുക, ഈ വാക്കുകൾ പത്രോസ് പ്രസ്താവിക്കുമ്പോൾ തന്നെ വചനം കേട്ട എല്ലാവരുടെ മേലും ആത്മാവെ വന്നു എന്ന് നമ്മൾ അവിടെ വായിക്കുന്നുണ്ട്. പിന്നെ അതെല്ലാം കഴിഞ്ഞു, അവരുടെ സ്നാനമൊക്കെ കഴിഞ്ഞ് അവർ ഈ അന്യഭാഷ പറഞ്ഞില്ലായിരുന്നു, അവരെ സ്നാനപ്പെടുത്തില്ലായിരുന്നു. ഈ കൂടെ വന്ന ആൾക്കാരില്ലേ, അവർ പറഞ്ഞു, നമുക്ക് ലഭിച്ച അതേ ആത്മാവിനെ തന്നെ, ദാനത്തെ തന്നെ ഇവർക്ക് ലഭിച്ചുവെങ്കിൽ സ്നാനം വിലക്കാൻ ആർക്ക് പറ്റും? ഇത് കേട്ടാറെ അവരെന്ത് ചെയ്തു? അവരെ മിണ്ടാതിരുന്നു കർത്താവ് യേശു. അത് കഴിഞ്ഞ് പത്രോസ് എവിടെ ചെന്നു? വത്തിക്കാനിൽ ചെന്നു. നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ യെരുശലേമിൽ ചെന്നു. യെരുശലേമാണല്ലോ മാതൃസഭ എന്ന് പറയുന്നത്. ആ യെരുശലേമിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടെയുള്ള മൂപ്പന്മാരെല്ലാം പത്രോസിനെയും കൂട്ടരെയും നിരത്ത് നിർത്തിയില്ല. ആകെ പ്രശ്നം ഉണ്ടാക്കി. എന്താ ചോദിച്ചത്? വായിച്ചേ 11-ാം അധ്യായം. ജാതികളും ദൈവോധനം കൈക്കൊണ്ടു എന്ന് അപ്പോസ്തലന്മാരും യഹൂദരുടെ സഹോദരന്മാരും കേട്ടു. പത്രോസ് യെരുശലേമിൽ എത്തിയപ്പോൾ പരിച്ഛേദനക്കാർ, ഈ പരിച്ഛേദനക്കാരെന്ന് പറഞ്ഞ ആരാ? പരിച്ഛേദനക്കാരെന്ന് പറഞ്ഞ ആരാ? യഹൂദന്മാരല്ല, യഹൂദന്മാരിൽ നിന്നും രക്ഷിക്കപ്പെട്ട സഹോദരന്മാർ. പരിച്ഛേദക്കാർ യഹൂദ ക്രിസ്ത്യാനികൾ. ഈ പരിച്ഛേദന, പത്രോസ് പരിച്ഛേദനക്കാരനാ, പത്രോസ് പരിച്ഛേദനയേറ്റ ആളാ. യേശു പരിച്ഛേദനക്കാരനാ, യേശു പരിച്ഛേദനയേറ്റ ആളാ. അതുപോലെ യോഹന്നാൻ പരിച്ഛേദനയേറ്റ ആളാ. പൗലോസ് പരിച്ഛേദനയേറ്റ ആളാ. ഫിലിപ്പിലേഖനം 3-ാം അധ്യായത്തിൽ പറഞ്ഞില്ലേ, ഞാൻ 8-ാം നാളിൽ പരിച്ഛേദനക്കാരാ. പരിച്ഛേദനക്കാർ എന്നിവിടെ പറയുന്നത് യഹൂദ മതത്തിൽ നിന്നും ക്രിസ്തീയ വിശ്വാസത്തിലേക്ക് വന്ന വ്യക്തികളാണ്. അവരുമായിട്ട് വലിയ പോരാട്ടം പൗലോസ് ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പൊ പത്രോസ് എന്ത് ചെയ്യും? ഈ പരിച്ഛേദനക്കാരായ അവർ ചെന്ന് ചോദിക്കുകയാണ്, അവരോട് വാദിച്ചു. എന്താ വാദിച്ചത് പത്രോസിനോട്? നോക്കിയേ 3-ാം വാക്യം. നീ അഗ്രചർമ്മികളുടെ അടുക്കൽ ചെന്ന് അവരോട് ഭക്ഷിച്ചു എന്ന് പറഞ്ഞു. ആരാ ഈ അഗ്രചർമ്മികൾ? ജാതികൾ. പരിച്ഛേദനക്കാരെന്ന് പറയുന്നത്, പരിച്ഛേദന ഏറ്റവർ യഹൂദന്മാർ. ആ യഹൂദന്മാരെന്നും ക്രിസ്തുവിന്റെ ശിഷ്യന്മാരെല്ലാം പരിച്ഛേദനക്കാരായിരുന്നു. ഈ 12 പേരും പരിച്ഛേദനക്കാരായിരുന്നു. യഹൂദ വിശ്വാസത്തിലേക്ക് വന്ന, അതുപോലെ ഈ പെന്തക്കോസ്ത് നാളിൽ രക്ഷിക്കപ്പെട്ട 3000 പേരും പരിച്ഛേദനക്കാരാണ്. അവരെല്ലാം യഹൂദന്മാരായിരുന്നു. പക്ഷെ ആ യഹൂദന്മാർ എന്ത് ചെയ്തു? അന്ന് പെന്തക്കോസ്ത് നാളിൽ എന്ത് കേട്ടു? സുവിശേഷം കേട്ട്
രക്ഷിക്കപ്പെട്ട് ക്രിസ്ത്യാനികളായി. ഓക്കെ, ക്രിസ്ത്യാനികൾ. ആ ക്രിസ്ത്യ വിശ്വാസികൾ യഹൂദന്മാരിൽ നിന്നും ക്രിസ്തു വിശ്വാസത്തിലേക്ക് വന്നവരാണ് ഇവിടെ പറയുന്ന പരിച്ഛേദനക്കാർ. ആ പരിച്ഛേദനക്കാരായ ആൾക്കാർ, അതായത് യഹൂദന്മാരിൽ നിന്നും ക്രിസ്ത്യ വിശ്വാസികളായ ജൂവിഷ് ക്രിസ്ത്യൻ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. യഹൂദ ക്രിസ്ത്യാനികൾ അവരെ നീ അഗ്രചർമ്മികളുടെ അടുക്കൽ ചെന്ന് അവരോട് കൂടെ ഭക്ഷിച്ചു എന്ന് പറഞ്ഞു. 4-ാം വാക്യം ശ്രദ്ധിക്കുക. പത്രോസ് കാര്യം ആദ്യം മുതൽ ക്രമമായി അവരോട് വിവരിച്ചു പറഞ്ഞു. എന്താ ആദ്യം മുതൽ? പത്രോസ് യോപ്പയിൽ ഇരുന്നതും അവിടെ വെച്ച് ദർശനം ഉണ്ടായതും, അത് കഴിഞ്ഞപ്പം ഈ കൈസയിൽ നിന്നും കൊർന്നേലിയോസ് അയച്ച ആൾക്കാർ വന്നതും, പിന്നെ പത്രോസ് അവരോട് കൂടെ എങ്ങോട്ട് പോയി? കൈസയിൽ ചെന്നതും, സുവിശേഷം പ്രസംഗിച്ചതും, വചനം പ്രസംഗിച്ചപ്പോൾ അവർ രക്ഷിക്കപ്പെട്ടതും, ആ സമയത്ത് തന്നെ ആത്മാവ് വന്നതും, അവർ അന്യഭാഷകളിൽ സംസാരിച്ചതും, അതുപോലെ തന്നെ ആ സമയത്ത് ഇവരെ സ്നാനപ്പെടുത്താതെ തന്നെ എന്ത് ചെയ്തു? സഹോദരന്മാരെ വിലക്കിയതും. എന്നാൽ പത്രോസ് എന്ത് ചെയ്തു? ഈ അടയാളം കണ്ടപ്പോൾ എന്ത് ചെയ്തു? പത്രോസോട് കൂടെ വന്ന ആൾക്കാർ പറയുകയാണ്, നമുക്ക് ലഭിച്ച അതേ ആത്മാവിനെ ഇവർക്കും ലഭിച്ചതുകൊണ്ട് ഇവരെ വെള്ളം വിലക്കുവാൻ ആർക്കും കഴിയും എന്ന് പറഞ്ഞു. അങ്ങനെ എന്ത് ചെയ്തു? അവരെ എന്ത് ചെയ്തു? സ്നാനം. അവർ അന്യഭാഷ പറഞ്ഞില്ലായിരുന്നെങ്കിൽ അവരെ സ്നാനപ്പെടുത്തില്ലായിരുന്നു. അന്യഭാഷ അവർ പറഞ്ഞില്ലായിരുന്നെങ്കിൽ ഈ കൊർന്നേലിയോസും കൂട്ടരും രക്ഷിക്കപ്പെട്ടപ്പോൾ, അവർക്ക് ആത്മാവ് ലഭിച്ചപ്പോൾ അവർ അന്യഭാഷ പറഞ്ഞില്ലായിരുന്നെങ്കിൽ അന്ന് ഈ എന്താ അറിയാലോ, എന്തെല്ലാം പേരുകളാ? പൂക്രി, സൂക്രി എന്ന് പറഞ്ഞാൽ സുറിയാനി ക്രിസ്ത്യാനികളെ, പൂക്രി പുതു ക്രിസ്ത്യാനികളെ, മാസൂക്രി മലങ്കര സുറിയാനി ക്രിസ്ത്യാനികൾ. അന്ന് ഈ പൂക്രി സൂക്രി ഒക്കെ ഉണ്ടായത് എവിടെ? യെരുശലേമിൽ നിന്ന്. കാരണം കൊർന്നേലിയോസ് കൂട്ടരും ഏത് ക്രിസ്ത്യാനികളായതിന്? പുറജാതി ക്രിസ്ത്യാനികൾ. പറഞ്ഞ മനസ്സിലായോ? അപ്പൊ ഈ പൂക്രി സൂക്രി ഒന്നും ഉണ്ടായിരിക്കാൻ വേണ്ടിയാണ് ദൈവാത്മാവ് എന്ത് നൽകിയത്? ഇവർക്ക് അന്യഭാഷ നൽകിയത്. അതുകൊണ്ടാണ് പറഞ്ഞത്, അതുകൊണ്ട് അന്യഭാഷ അടയാളമായിരിക്കുന്നത് വിശ്വാസികൾക്കല്ല, അവിശ്വാസം. ഇതൊരു അടയാളപരമായിരുന്നു. ഞാനത് മനസ്സിലാക്കാൻ പറയും. ഓക്കെ, അപ്പൊ ഇത് പറഞ്ഞു കഴിഞ്ഞ് ഇങ്ങനെ ഈ ചരിത്രം എല്ലാം പത്രോസ് പറഞ്ഞു കഴിഞ്ഞപ്പം അതിന്റെ 13-ാം വാക്യം നോക്കി. 11-ന്റെ 13-ാമത്തെ വാക്യം. അവൻ തന്റെ വീട്ടിൽ ഒരു ദൂതൻ നിൽക്കുന്നത് കണ്ടു എന്നും നീ യോപ്പയിലേക്ക് ആളയച്ച് പത്രോസിന് മറുപേരുള്ള ശീമോനെ വരുത്തുക, നീയും നിന്റെ ഗൃഹം മുഴുവനും രക്ഷിക്കപ്പെടുവാനുള്ള വാക്കുകളെ അവൻ നിന്നോട് സംസാരിക്കുമെന്നും ദൂതൻ പറഞ്ഞു എന്ന് ഞങ്ങളോട് അറിയിച്ചു. അടുത്ത വാക്ക് ശ്രദ്ധിക്കുക. ഞാൻ സംസാരിച്ചു തുടങ്ങിയപ്പോഴേക്ക് പരിശുദ്ധാത്മാവെ ആദിയിൽ നമ്മുടെ മേലെന്ന പോലെ. ഈ ആദി എവിടെയാണെന്നറിയോ? 2-ാം നാളിൽ, പെന്തക്കോസ്ത് നാളിൽ അന്ന് സംഭവിച്ച ഒരു പ്രധാനപ്പെട്ട അടയാളം. എല്ലാം ഒന്നും ഉണ്ടായില്ല. കാറ്റടിക്കുന്ന മുഴക്കവും അഗ്നിജാല പോലെ പുലർന്ന നാവൊന്നും കൈസയിൽ ഉണ്ടായില്ല. പക്ഷെ ഒരു കാര്യം അന്നുണ്ടായ, ഒരു കാര്യം ഉണ്ടായി. അന്യഭാഷകളിൽ എന്ത് ചെയ്തു? സംസാരിച്ചു. 16-ാം വാക്യം. അപ്പോൾ ഞാൻ യോഹന്നാൻ വെള്ളം കൊണ്ട് സ്നാനം കഴിപ്പിച്ചു, നിങ്ങൾക്കോ പരിശുദ്ധാത്മാവ് കൊണ്ട് സ്നാനം ലഭിക്കുമെന്ന് കർത്താവ് പറഞ്ഞ വാക്ക് കണക്ട് ചെയ്യുക. ഈ വാക്കുകൾ, ഈ 5 വാക്ക് നമ്മൾ നേരത്തെ വായിച്ച 5 വാക്യങ്ങളെ ഈ വാക്കുമായിട്ട് നിങ്ങൾ കണക്ട് ചെയ്യും. 4 വാക്യങ്ങൾ ആര് പറഞ്ഞതാണ്? സുവിശേഷങ്ങൾ 4 വാക്യങ്ങൾ ആര് പറഞ്ഞത്? സ്നാപക യോഹന്നാൻ പറഞ്ഞ. എന്ന് നടക്കുമെന്നാ പറഞ്ഞത്? ഭാവിയിൽ നടക്കുമെന്നാ പറഞ്ഞത്. അടുത്ത വാക്യം, 5-ാമത്തെ വാക്യം ആര് പറഞ്ഞു? യേശു ക്രിസ്തു പറഞ്ഞു. ഇവിടെ പറഞ്ഞു ഒലിവുമലയിൽ വെച്ച്. ഏത് വാക്യത്തിൽ? 1-5, പ്രവർത്തന ദിവസം 1-5. എന്താ പറഞ്ഞത്? സമയത്തെ കുറിച്ച് നിങ്ങൾക്ക് ലഭിക്കുന്നല്ലേ പറഞ്ഞ? ഏറെ നാൾ കഴിയും മുമ്പേ. ഏറെ നാളെ കഴിയുമ്പേ. അപ്പൊ ഈ ഇത് പറഞ്ഞ് പെന്തക്കോസ്ത് നാൾ കഴിഞ്ഞ്, അതായത് യേശു ക്രിസ്തുവിന്റെ പെന്തക്കോസ്ത് നാൾ കഴിഞ്ഞ്, അതായത് 2-ാം അധ്യായം കഴിഞ്ഞ് ഏകദേശം 8 വർഷം കഴിഞ്ഞപ്പോൾ 10-ാം അധ്യായത്തിൽ കൈസരിയിൽ എന്ത് നടന്നു? ഇതുപോലെയുള്ള പെന്തക്കോസ്ത് നാളിൽ 2-ാം അധ്യായത്തിൽ നടന്ന ആത്മപകർച്ചയിൽ നടന്ന ഒരടയാളം. അന്ന് ആത്മാവിനെ പകർന്നപ്പോൾ, ആത്മാവ് ഈ ഭൂമിയിലേക്ക് വന്നപ്പോൾ, സഭ സ്ഥാപിക്കപ്പെട്ടപ്പോൾ പല അടയാളം നടന്നു. അതിൽ ഒരടയാളം ഏതായിരുന്നു? അന്യഭാഷാ ഭാഷണമായിരുന്നു. ആ അടയാളം ഇവിടെയും സംഭവിച്ചു. കൊർന്നേലിയോസിന്റെ വീട്ടിൽ 10-ാം അധ്യായത്തിൽ സംഭവിച്ചു. ആ സംഭവം എന്താണെന്നാണ് പത്രോസ് പറയുന്നത്. ആദ്യം നടന്ന ആ സംഭവം ആത്മസ്നാനമായിരുന്നു. ഇവിടെ പറയുന്നത് ആ വാക്യം ഒന്നുകൂടെ ശ്രദ്ധിച്ചു നോക്കി, വായിച്ചു നോക്കി. 16-ാം വാക്യം. അപ്പോൾ അപ്പോസ്തലപ്രവൃത്തി 11-ാം അധ്യായത്തിൽ 16-ാമത്തെ വാക്യം. അപ്പോൾ ഞാൻ യോഹന്നാൻ വെള്ളം കൊണ്ട് സ്നാനം കഴിപ്പിച്ചു, നിങ്ങൾക്കോ പരിശുദ്ധാത്മാവ് കൊണ്ട് സ്നാനം ലഭിക്കും എന്ന് കർത്താവ് പറഞ്ഞ വാക്ക്. അപ്പൊ എന്ത് മനസ്സിലായി നിങ്ങൾക്ക്? പറയാമോ ആർക്കെങ്കിലും? ആത്മസ്നാനം നടക്കുമെന്നാണ് ഇതിനു മുമ്പ് 5 വാക്യങ്ങളിൽ, ആദ്യത്തെ 4 വാക്യങ്ങളിൽ യോഹന്നാൻ സ്നാനം പോലെ പറഞ്ഞത്. 5-ാമത്തെ വാക്യത്തിൽ യേശു ക്രിസ്തു പറഞ്ഞത്
ഏറെ നാൾ കഴിയും മുമ്പേ ആത്മസ്നാനം നടക്കുമെന്ന് പറഞ്ഞു. 11-ാം അധ്യായത്തിന്റെ 16-ാമത്തെ വാക്യത്തിൽ പത്രോസ് പറയുക അത് നടന്നു. അപ്പൊ പത്രോസ് ഓർമ്മ, ഏറെ നാൾ കഴിയുമ്പോ പരിശുദ്ധാത്മാവ് കൊണ്ട് നിങ്ങൾക്ക് സ്നാനം ലഭിക്കുമെന്ന് കർത്താവ് പറഞ്ഞ വാക്ക് ആര് ഓർത്തു? ആ സമയം കർത്താവ് പറഞ്ഞ ആ വാക്കാണ്, ആ സംഭവമാണ് എവിടെയും നടന്നത്. കൊർന്നല്യോസിന്റെ വീട്ടിൽ 10-ാം അധ്യായത്തിൽ കൈസരിയിൽ നടന്നത്. ഓക്കെ, അപ്പൊ ആദ്യം ആത്മസ്നാനം ഇവിടെ നടന്നു, 2-ാം അധ്യായത്തിൽ അപ്പോസ്തലപ്രവൃത്തി 2-ാം അധ്യായത്തിൽ നടന്നു. പിന്നെ നടന്നത് 10-ാം അധ്യായത്തിൽ കൈസരിയിൽ നടന്നു. ഓക്കെ, ഈ 6 വാക്യം എത്ര പേരാ പറഞ്ഞേ? ഈ 6 വാക്യം എത്ര പേരാ പറഞ്ഞേ? 4 വാക്യം യോഹന്നാൻ സ്നാപകൻ പറഞ്ഞതാ, 1 വാക്യം കർത്താവ് പറഞ്ഞതാ, 1 വാക്യം പത്രോസ് പറഞ്ഞതാ. പക്ഷെ എന്താ ആത്മസ്നാനം എന്ന് ഈ 3 പേര് പറഞ്ഞതെന്ന് നമുക്ക് മനസ്സിലായില്ല. മനസ്സിലാവുന്നുണ്ടോ? എന്താണ് ആത്മസ്നാനം എന്താണെന്ന് യോഹന്നാന്റെ 4 വാക്യങ്ങൾ വായിച്ചാലും, അതുപോലെ യേശുക്രിസ്തു പറഞ്ഞ 1-ാം അധ്യായത്തിന്റെ 5-ാമത്തെ വാക്യം വായിച്ചാലും, 11-ന്റെ 16-ാമത്തെ വാക്യത്തിലെ പത്രോസ് പറഞ്ഞ ഈ പ്രസ്താവന വായിച്ചാലും ആത്മസ്നാനം സമം എന്താണ് എന്ന് നമുക്കാർക്കും മനസ്സിലാകില്ല. ബൈബിൾ എവിടെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ടോ അത് മാത്രം വിശ്വസിക്കുക. ബൈബിൾ പഠിപ്പിക്കാത്ത, പറയാത്ത, വിശദമാക്കാത്ത ഒരു കാര്യവും വിശ്വസിക്കുക. ബൈബിൾ പറഞ്ഞിട്ടുള്ള ഒരു വാക്യം, ആത്മസ്നാനത്തെ കുറിച്ച് പറഞ്ഞ ഏകവാക്യം, ഒരു ഏകവാക്യം, ആത്മസ്നാനത്തെ കുറിച്ച് ഏകവാക്യമല്ല, ആത്മസ്നാനത്തെ കുറിച്ച് 7 വാക്യങ്ങളുണ്ട്. പക്ഷെ ആത്മസ്നാനം എന്താണെന്ന് പറഞ്ഞിട്ടുള്ള ഏകവാക്യം 1 കൊരിന്ത്യർ 12-ന്റെ 13. 1 കൊരിന്ത്യർ 12-ന്റെ 13-ാമത്തെ വാക്യം വായിച്ചേ. യഹൂദന്മാരോ യവനന്മാരോ ദാസന്മാരോ സ്വതന്ത്രരോ നാം എല്ലാവരും ഏക ശരീരമാകുന്ന ആൾ ഒരേ ആത്മാവിൽ സ്നാനമേറ്റു എല്ലാവരും ഒരേ ആത്മാവിനെ പാനം ചെയ്തു. ഓക്കെ, ഇതാണ് ആത്മസ്നാനത്തിന്റെ ഡെഫിനീഷൻ. ആത്മസ്നാനത്തിന്റെ അർത്ഥം ഇതാണ്. എന്താണ് ആത്മസ്നാനം എന്ന് വെളിപ്പെടുത്തിയിട്ടുള്ള ബൈബിളിലെ ഏക വാക്യം, പ്രധാനപ്പെട്ട വാക്യം ഇതാണ്. ഈ ആത്മസ്നാനം എന്ന ആ പദം 7 വാക്യങ്ങളിൽ കാണുന്നുണ്ട്. ആത്മസ്നാനം എന്നുള്ള ആ പദം 7 വാക്യങ്ങളിൽ, അതായത് ബാപ്റ്റിസം ഓഫ് ദി ഹോളി സ്പിരിറ്റോ അല്ലെങ്കിൽ ബാപ്റ്റിസം ബൈ ദി ഹോളി സ്പിരിറ്റ്, ആ നിലയിൽ നമ്മൾ വായിക്കുന്നത് 7 വാക്യങ്ങളാണ്. സുവിശേഷങ്ങൾ 4, പ്രവൃത്തിയുടെ പുസ്തകത്തിൽ 2, അപ്പോസ്തലപ്രവൃത്തി 1 കൊരിന്ത്യ ലേഖനത്തിൽ 1 വാക്യം, 12-ന്റെ 13-ാമത്തെ വാക്യം. ആ വാക്യം ആണ് നമ്മൾ വായിച്ചത്. അപ്പൊ എന്താണ് ആത്മസ്നാനം എന്ന് വായനക്കാരനെ അല്ലെങ്കിൽ ബൈബിൾ പഠിക്കുന്ന ഒരു വ്യക്തിക്ക് മനസ്സിലാക്കി തരുന്ന ഏകവാക്യം ഇത് മാത്രമാണ്. ഇവിടെ ആത്മസ്നാനം എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്താ ആത്മസ്നാനം പറയാമോ? ഈ 12-ാം അധ്യായത്തിലെ വിഷയം എന്ന് പറയുന്നത് സഭ ശരീരമാണ്, ക്രിസ്തുവിന്റെ ശരീരമാണ്. കാരണം ഈ സഭ ഇത്രയും അലുകുലുത്ത് നിറഞ്ഞൊരു സഭ, ഇത്രയും പ്രശ്നമുള്ള സഭ, ഇതിലൊക്കെ ഭേദമാണ് നമ്മുടെയൊക്കെ സഭ. ഈ കാലഘട്ടത്തിലെ സഭ എല്ലാം കുരുന്ത് സഭയേക്കാൾ ഭേദമാണ്. ഇത്രയും പ്രശ്നമുള്ള എല്ലാ കൃപാവരം ഉള്ള സഭയാണ്. ഏത് സഭ? പൗലോസ് അവിടെ പറയുന്നുണ്ട് 1-ാം അധ്യായത്തിൽ കൃപാവരങ്ങളൊന്നും കുറവില്ലാത്തവരായി. എല്ലാ കൃപാവരം ഉണ്ടായിരുന്നു, പക്ഷെ എല്ലാ പ്രശ്നവും അവിടെ ഉണ്ടായിരുന്നു. കോടതി കേസ് ഉണ്ടായിരുന്നു, പിന്നെ വിഗ്രഹാർത്ഥം ഉണ്ടായിരുന്നു, പിന്നെ അപ്പന്റെ ഭാര്യയെ വെച്ചുകൊണ്ടിരിക്കുന്നവർ, അമ്മയെന്ന് പറയും സ്വന്തം രണ്ടാനമ്മ എന്നും എല്ലാ അനുകൂലിത്തുകൾ എല്ലാ പ്രശ്നമുള്ള ഒരു സഭയായിരുന്നു ഏതേ. അതുപോലെ ഉപദേഷ്ടാക്കന്മാരാണ് വേണ്ട, പത്രോസ് ഉണ്ടായിരുന്നു, പത്രോസിന്റെ പേരിൽ ഒരു പക്ഷം, പിന്നെ ആരുടെ അപ്പൊല്ലോസിന്റെ പേരില്, പിന്നെ പൗലോസിന്റെ പേരില്. അപ്പൊ വളരെ പ്രഗത്ഭരായ വലിയ ആൾക്കാരൊക്കെ പഠിപ്പിച്ച ഒരു സഭയാണ്. പക്ഷെ അവരെ പൗലോസ് വിളിച്ചത് എന്താണെന്നറിയോ? 3-ാം അധ്യായത്തിൽ പറയുന്നത് എന്താ? സഹോദരന്മാരെ, നിങ്ങളോട് ആത്മീയന്മാരോട് എന്ന പോലെയല്ല, പിന്നെ ജഡീകന്മാർ. അപ്പൊ ജഡീകന്മാരായിരുന്നു ഇവരെ. പക്ഷെ ഇന്ന് പ്രശ്നം, ഭയങ്കര പ്രശ്നമാണ്. കാരണം ക്ലോബയുടെ ആൾക്കാരൻ പൗലോസ് അവിടെ പറയുന്നുണ്ട്, നിങ്ങളുടെ ഇടയിൽ പണക്കമുണ്ട് എന്ന് ഞാൻ എങ്ങനെ അറിഞ്ഞു? ക്ലോബയുടെ ആൾക്കാരറിഞ്ഞു. ഇന്നെങ്ങനെയാ അറിയുന്നത്? പെരുമ്പാവൂരുള്ള
കുറുപ്പമ്പടി താമസിക്കുന്ന PM എബ്രഹാം കുമ്പനാട് അവിടെ പ്രശ്നം ഉണ്ടായെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ യൂട്യൂബിലൂടെയാണ്, പിന്നെ ഫേസ്ബുക്കിലൂടെയാണ്. ഈ സഭയിൽ പ്രശ്നം ഉണ്ടാക്കുമ്പോൾ ഒരു കാര്യം ഓർക്കണം, നമ്മുടെ സഭയിലൊക്കെ ചെറുപ്പക്കാരുണ്ട്, ഇവന്മാരുടെ കയ്യിൽ എന്തുണ്ട്, മൊബൈലുണ്ട്, ഉന്തും തള്ളും ഒക്കെ ഉണ്ടാകുമ്പോൾ ഇവന്മാരെ എന്ത് ചെയ്യും, നേരെ ഇത് എന്ത് ചെയ്യും, വീഡിയോ എടുക്കുന്ന നേരെ അന്നേരം എന്ത് ചെയ്യും, നേരെ ഇവരെ അപ്ലോഡ് ചെയ്യും. അതുകൊണ്ട് പ്രശ്നം ഉണ്ടാക്കുമ്പോൾ വീട്ടിൽ വെച്ച് പിള്ളേരൊക്കെ ഇല്ലാത്തപ്പോൾ എന്ത് ചെയ്യണം, ക്ലോവയുടെ ആൾക്കാരാൽ എത്ര മാസം കഴിക്കായിരിക്കും പൗലോസ് സാധ്യത അല്ലെ. ഇന്നാണെങ്കിലോ ഏതെല്ലാം മാർഗങ്ങളാണ്. അപ്പൊ അങ്ങനെ ഞാൻ പഠിക്കുന്നത്. അപ്പൊ ഈ സഭ വളരെ പ്രശ്നകലുഷിതമായ അവസ്ഥ. ആ സഭയെ എന്ത് ചെയ്യുക, ഒന്നിപ്പിക്കുക, ഒരു ആത്മീയ സത്യം അവരിലേക്ക് കൊണ്ടുവരിക. എന്താ പറയുന്നത്, സഹോദരന്മാരെ, നിങ്ങളെല്ലാവരും ആരാ, ക്രിസ്തുവിന്റെ ശരീരമാകുന്ന സഭയുടെ അംഗങ്ങളാണ്. ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ പല അവയവങ്ങളാണ്. എന്നിട്ട് അത് പറഞ്ഞിട്ട് കൃപാവരങ്ങളെ കുറിച്ചാണ് പൗലോസ് പറയുന്നത്. നോക്കിയേ 10-ാം വാക്യം നോക്കിയേ. വേറൊരു അവിടെ പറയാം, അതിന്റെ മറ്റൊരുവന് പ്രവചനം, മറ്റൊരുവന് ആത്മാക്കളുടെ വിവേചനം, വേറൊരുവന് വിവിധ ഭാഷകൾ, മറ്റൊരുവന് ഭാഷകളുടെ വ്യാഖ്യാനം. എന്നാൽ ഇവയെല്ലാം പ്രവർത്തിക്കുന്നത് താൻ ഇച്ഛിക്കും പോലെ അവനവന് അത് വരം പകർത്തു കൊടുക്കുന്ന ഒരേ ആത്മാവ് തന്നെ. പിന്നെ ശരീരം ഒന്നും അതിന് അവയവം പലതും, ശരീരത്തിന്റെ അവയവം പലതായിരിക്കെ എല്ലാം ഒരു ശരീരവുമായിരിക്കുന്നത് പോലെ ആകുന്നു ക്രിസ്തുവും. അപ്പൊ ഒരു ശരീരമാണ്, പക്ഷെ പല അവയവങ്ങളാണ്. ആ ശരീരത്തിന്റെ ഈ എപ്പോഴും ഓർക്കേണ്ടത്, ബ്രദറിനായിരുന്നാലും പെന്തുക്കോസ് ആയിരുന്നാലും ബാപ്റ്റിസ്റ്റ് ആയിരുന്നാലും രക്ഷിക്കപ്പെട്ടവരെ കേട്ടോ, രക്ഷിക്കപ്പെടാത്തവർ ഈ കൂട്ടരെല്ലാം രക്ഷിക്കപ്പെടാത്തവരുണ്ട്, അവരെ കുറിച്ചില്ല. രക്ഷിക്കപ്പെട്ട ബ്രദറുകാരും രക്ഷിക്കപ്പെട്ട പെന്തുക്കോസുകാരും രക്ഷിക്കപ്പെട്ട ബാപ്റ്റിസ്റ്റുകാരും രക്ഷിക്കപ്പെട്ട ഈ മർത്തോമക്കാരായിരുന്നാലും എല്ലാവരും ഏത് ശരീരത്തിന്റെ ഭാഗമാണ്, ക്രിസ്തുവിന്റെ ശരീരം. ക്രിസ്തുവിന് ഒറ്റ ശരീരമേ ഉള്ളൂ, ഒറ്റ. അതാണ് പൗലോസ് അതെ 1-2 കൊരിന്ത്യർ 11-ാം അധ്യായത്തിൽ പറഞ്ഞത്, യേശു ക്രിസ്തു എന്ന ഏക പുരുഷനെ നിങ്ങളെ നിർമ്മല കന്യകയായി ഒറ്റ കന്യകയുള്ളൂ, ഒറ്റ മണവാളിനേ ഉള്ളൂ, യേശു ക്രിസ്തു എന്ന ഏക മണവാളൻ. ആ മണവാളന്റെ ശരീരത്തോടെ ചേർക്കുന്നതാണ് ആത്മസ്നാനം എന്ന് പറയുന്നത്. ആ വാക്യം ഒന്നുകൂടെ എടുത്ത് വായിക്കാം, 13-ാം വാക്യം. യഹൂദന്മാരോ യവനന്മാരോ ദാസന്മാരോ സ്വതന്ത്രരോ നാം എല്ലാവരും ഏക ശരീരമാകുമാറ് ഒരേ ആത്മാവിൽ സ്നാനം ഏറ്റും എല്ലാവരും ഒരേ ആത്മാവിനെ പാനം ചെയ്തു വിരിക്കുന്നു. അപ്പൊ എന്തിനു വേണ്ടിയാണ് ആത്മസ്നാനം? ഒരു ശരീരമാകും. ഏത് ശരീരം? ബ്രദറിനാണോ, പെന്തക്കോസ് ആണോ, ബാപ്റ്റിസ്റ്റ് ആണോ, IPC ആണോ, പിന്നെ ചർച്ച ബോർഡാണോ, അസംബ്ലീസ് ബോർഡാണോ, ലോയിൽറ്റി ആണോ, ഏതാ? ക്രിസ്തുവിന്റെ ശരീരമാകുന്ന സഭ. 16-18 മത്തായി 16-18 ഞാൻ എന്റെ സഭയെ, ആ സഭ പെന്തക്കോസ്ത് നാളിൽ രൂപപ്പെട്ട ആ സഭ, ആ സഭയോടെ ഇവിടെ ഇരിക്കുന്ന നാം ഒക്കെ രക്ഷിക്കപ്പെട്ടപ്പോൾ ദൈവത്തിന്റെ സഭയോടെ, ക്രിസ്തുവിന്റെ ശരീരമാകുന്ന സഭയോടെ നമ്മെ ചേർത്തത് പരിശുദ്ധാത്മ സ്നാനത്താൽ. ഇതാണ് ആത്മസ്നാനം എന്ന് പറയുന്നത്. അപ്പൊ ആത്മസ്നാനം ആത്മസ്നാനം എല്ലാ വിശ്വാസികൾക്കും ഉണ്ട്. നിങ്ങൾ എഴുതിക്കൂ. പരിശുദ്ധാത്മ സ്നാനത്തെ കുറിച്ച് 7 വാക്യങ്ങളാണ് ബൈബിളിലുള്ളത്. ആ 7 വാക്യങ്ങളെ നിങ്ങൾ ഓർക്കുക. പരിശുദ്ധാത്മ സ്നാനം, അതാണ് അടുത്ത വിഷയം. പരിശുദ്ധാത്മ സ്നാനം പഴയ നിയമത്തിൽ ഇല്ലായിരുന്നു. എന്താ കാരണം പഴയ നിയമത്തിൽ ഇല്ലായിരുന്നു പറയാൻ കാരണം? പറയാമോ? അല്ല, അത് ആത്മാദിവാസമാണ്. പഴയ നിയമത്തിൽ ആത്മാ സ്നാനം ഇല്ലായിരുന്നു എന്ന് പറയാൻ കാരണം, ഒന്നാമത്തെ ഒരു കാര്യം, ഇവിടെ തന്നെ ഈ വായിച്ച 4 വാക്യങ്ങളുണ്ട്. കർത്താവ് പറഞ്ഞ വാക്യത്തിലും യോഹന്നാൻ സ്നാനം പറഞ്ഞ 4 വാക്യങ്ങളിലും എന്ത് ഉണ്ട്? ആത്മസ്നാനം പഴയ നിയമത്തിൽ ഇല്ലായിരുന്നു എന്നിട്ട് ഉത്തരവുണ്ട്. അറിയാമോ? അത് ആ വാക്യത്തിന് പറയണം. നിങ്ങൾ പറഞ്ഞാൽ ശരിയാ. ആ വാക്കുകളിൽ നിന്ന് പറയണം. ഭാവികാല രൂപത്തിലാണ് പറഞ്ഞത്. കാരണം നിങ്ങൾക്ക് ആത്മസ്നാനം ലഭിക്കും. കാരണം കർത്താവ് മത്തായി 16-18 പറഞ്ഞ എന്താ? ഞാൻ എന്റെ സഭയെ പണിതുകൊണ്ടിരിക്കുന്നു എന്നല്ല, പണിയും എന്ന് പറഞ്ഞാൽ. അപ്പൊ എന്തില്ല? സഭയില്ല. പഴയ നിയമത്തിൽ സഭയില്ലായിരുന്നു. എന്തുകൊണ്ട് സഭയില്ലായിരുന്നു? പഴയ നിയമത്തിൽ ആത്മസ്നാനം ഇല്ലായിരുന്നു.
കാരണം കർത്താവ് ഭാവി തന്റെ അത് തന്നെയല്ല, കർത്താവ് മരിച്ചിട്ടില്ല. കർത്താവിന്റെ ക്രൂശീകരണത്തിലൂടെയാണ്, ക്രൂശിമരണത്തിലൂടെയാണ് എന്ത് സ്ഥാപിക്കപ്പെടുന്നത്? തന്റെ രക്തത്താൽ സമ്പാദിച്ച സഭയാണ്. അത് കർത്താവ് എന്താ സമ്പാദിച്ചെന്ന കാൽവരി ക്രൂശിലാണ്. കർത്താവ് പഴയ നിയമത്തിൽ മരിച്ചിട്ടില്ല. ഓക്കെ, അപ്പൊ പരിശുദ്ധാത്മാവിന്റെ സ്നാനം അല്ലെങ്കിൽ ആത്മസ്നാനം പഴയ നിയമത്തിൽ ഇല്ലായിരുന്നു. മറ്റൊന്ന്, ആത്മസ്നാനം ഭാവി കാല രൂപത്തിലാണ് യോഹന്നാൻ സ്നാപകനും പിന്നെ ആരും പറഞ്ഞത്? യേശുക്രിസ്തുവും പറഞ്ഞിട്ടുള്ളത്. ഇനി ആത്മസ്നാനം എന്ന് പറയുന്നത് ക്രിസ്തുവിന്റെ ശരീരമാകുന്ന സഭയോടെ ചേർക്കുവാൻ വേണ്ടി ഉള്ളതാണ്. രക്ഷിക്കപ്പെടുന്ന നമ്മളെ പ്രവർത്തന പുസ്തകം നോക്കി 2-ാം അധ്യായം അറിയാവുന്ന വാക്യമാണ് 2:47. എന്താ? രക്ഷിക്കപ്പെടുന്നവരെ കർത്താവ് ദിനംപ്രതി സഭയോടെ ചേർത്തുകൊണ്ടിരുന്നു. ആ പ്രവൃത്തിയാണ് എന്ത്? സഭയോടെ, യേശുക്രിസ്തുവിന്റെ ശരീരമാകുന്ന സഭയോടെ ഒരു വിശ്വാസിയെ അല്ലെങ്കിൽ ഒരു വ്യക്തിയെ ചേർക്കുന്ന പ്രവൃത്തിയാണ് ഏത്? പരിശുദ്ധാത്മ സ്നാനം. പറഞ്ഞ മനസ്സിലായോ? അപ്പൊ അവിടെ എന്ത് വ്യത്യാസമില്ല? ഒരു വ്യത്യാസമില്ല. പണക്കാരെന്നോ പണമില്ലാത്തെന്നോ യഹൂദരെന്നോ യവരെന്നോ ദാസനെന്നോ ഏക ശരീരം ആകുമാറ് ഒരേ ആത്മാവിൽ സ്നാനം. ഇനിയും ഈ ആത്മസ്നാനമില്ലാത്ത ഒരൊറ്റ വിശ്വാസി പോലും ഇല്ല. അതും വളരെ പ്രധാനപ്പെട്ടതാണ്. എന്താ കാരണം? ആത്മസ്നാനം ഇല്ലാത്ത ഒരാൾ പോലും ക്രിസ്തീയ വിശ്വാസികളിലില്ല, രക്ഷിക്കപ്പെട്ടവരില്ല, ദൈവമക്കളിലില്ല. പറയാമോ കാരണം എന്താണ്? ഈ വാക്യത്തിലുണ്ടായി. രക്ഷിക്കപ്പെട്ട വീണ്ടും ജനിച്ച ദൈവമക്കളായ എല്ലാ വ്യക്തികൾക്കും, എല്ലാ വിശ്വാസികൾക്കും ആത്മസ്നാനം ഉണ്ട്. ഒരാള് ആത്മസ്നാനം ഇല്ലാത്ത വ്യക്തിയാണ് എന്ന് പറഞ്ഞാൽ, നേരത്തെ ഞാൻ ഒരു വാക്യം നമ്മളെ ആദിവാസത്തോടുള്ള ബന്ധത്തിൽ പറഞ്ഞു, ആത്മാദിവാസം ഇല്ലാത്ത ഒരാളാണ് അല്ലെങ്കിൽ ആത്മാവില്ലാത്ത ഒരാളാണെങ്കിൽ ആ വ്യക്തി ആരല്ല? വിശ്വാസിയല്ല. സഭയിൽ വരുന്നുണ്ടാകാം, പ്രസംഗിക്കുന്നുണ്ടാകാം, പക്ഷേ ആ വ്യക്തി ആരല്ല? രക്ഷിക്കപ്പെട്ട വ്യക്തിയല്ല, ക്രിസ്തുവിനുള്ള വ്യക്തിയല്ല. രക്ഷിക്കപ്പെട്ടവരെല്ലാവരും ആത്മാവുള്ളവരാണ്. സഭാവിഭാഗ വ്യത്യാസമൊന്നുമില്ല. വീണ്ടും ജനിച്ചവരാണെങ്കിൽ, യഥാർത്ഥമായ വീണ്ടും ജനം, കുഞ്ഞാടിന്റെ രക്തത്താൽ കഴുകപ്പെട്ട വ്യക്തികളാണെങ്കിൽ, പാപങ്ങളെ കഴുകിയ വ്യക്തിയാണെങ്കിൽ ആ വ്യക്തിയിൽ ദൈവത്തിന്റെ ആത്മാവിന്റെ അധിവാസമുണ്ട്. അതുപോലെ തന്നെ രക്ഷിക്കപ്പെട്ട സകല വിശ്വാസികളും ആത്മസ്നാനം പ്രാപിച്ചവരാണ്. അതിന്റെ വ്യക്തമായ തെളിവ് അനുമാനമല്ല, നിഗമനമല്ല, അഭിപ്രായമല്ല, ബൈബിളാ. വായിച്ചേ 13-ാം വാക്യം ഒന്നുകൂടി ശ്രദ്ധിച്ചു വായിച്ചേ. യഹൂദന്മാരോ യവനന്മാരോ ദാസന്മാരോ സ്വതന്ത്രരോ നാം എല്ലാവരും. അതായത് ആരൊക്കെ വരുന്നുണ്ട്? ഈ സഭയിലുള്ള കുരുന്നര് മാത്രമാണോ? എല്ലാ വിശ്വാസം. അപ്പൊ നിങ്ങൾ പറയണം, പഠിച്ചതിലെ എന്താണ് ആത്മസ്നാനം എന്ന് ചോദിച്ചാൽ എന്താ ആത്മസ്നാനം? യേശുക്രിസ്തുവിന്റെ ശരീരമാകുന്ന സഭയോടെ രക്ഷിക്കപ്പെടുന്ന ഒരു വിശ്വാസിയെ പരിശുദ്ധാത്മാവ് ചേർക്കുന്നതാണ് എന്ത്? ആത്മസ്നാനം. അതെപ്പോഴാണ് ആത്മസ്നാനം നടക്കുന്നത്? രക്ഷിക്കപ്പെടുന്ന അതേ സമയത്ത് തന്നെ. രക്ഷിക്കപ്പെട്ട വ്യക്തികളിൽ ഒരാൾ പോലും പരിശുദ്ധാത്മ സ്നാനം ഏൽക്കാത്ത വ്യക്തിയായിട്ട് ഇല്ല. ഇനി സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ, 6:60 ആത്മാവും പരിശുദ്ധാത്മാവും ഒന്നോ? നമ്മളെ ആത്മാവെന്ന്, ക്രിസ്തുവിന്റെ ആത്മാവില്ലാത്തവനാണുള്ളവനല്ല എന്ന് പറഞ്ഞാൽ ആത്മാവിനെ പരിശുദ്ധാത്മാവെന്ന് പറഞ്ഞു. ആത്മസ്നാനം എന്ന് പറയുന്നതും പരിശുദ്ധാത്മ സ്നാനം എന്ന് പറയുന്നതും ഒന്നാണ്. യേശുക്രിസ്തു എന്ന് പറയുന്നതും ക്രിസ്തുവേശു എന്ന് പറയുന്നതും പൗലോസ്യന്റെ ഭാഗത്ത് ക്രിസ്തുവേശുള്ള ഭാവം തന്നെ നിങ്ങളുണ്ടാകട്ടെ. യേശുക്രിസ്തുവിനെ കർത്താവെന്ന്. അപ്പൊ അത് രണ്ടും ഒന്നാണ്. യേശുക്രിസ്തു എന്ന് പറഞ്ഞാൽ ക്രിസ്തുവേശു എന്ന് പറഞ്ഞാലും ഒന്ന് തന്നെയാണ്. പരിശുദ്ധാത്മാ എന്ന് പറഞ്ഞാൽ ആത്മാവ് എന്ന് പറഞ്ഞാൽ ഒന്നാണ്. ആത്മസ്നാനം എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മ സ്നാനം ഒന്നാണ്. ചോദിച്ചു. അത് സ്നാനം, ജലസ്നാനം, വിശ്വാസ സ്നാനം, രണ്ടും രണ്ടാണ്. ആത്മസ്നാനം വേറെ, വിശ്വാസ സ്നാനം വേറെ. പറയാം കേട്ടോ. താങ്ക് യു.